മഹാനായ ഇബ്രാഹിം ഇബ്നു ലൈഹം റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അൻഹു തൻ്റെ ഇഹ്യായിൽ വളരെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ വിശദീകരണത്തിലേക്കൊന്നും പോകണ്ട. ബഹുമാനപ്പെട്ടവരുടെ ആത്മസുഹൃത്താണ് അബൂ റബാഹ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിനെയും ഗസാലി ഇമാം തങ്ങൾ നന്നായി വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവർ രണ്ടുപേരും വലിയ ഉറ്റ ചങ്ങാതിമാരാണ്. ഒരു ദിവസം അസ്ർ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു ലൈഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ വീടിൻ്റെ അവിടെ മുറ്റത്തേക്ക് എത്താറായപ്പോൾ മുറ്റത്തൊക്കെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഈ സ്നേഹിതൻ അബൂ റബാഹ റളിയല്ലാഹുവിൻ്റെ മോനും നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ലൈഹം റളിയല്ലാഹു തആല എന്നോട് കയറി ചെന്നിട്ട് സലാം ചൊല്ലിയപ്പോൾ എല്ലാവരും സലാം മടക്കി. അപ്പോൾ മഹാനോരോട് മകനോട് ചോദിച്ചു, മോനെ ഉപ്പ എവിടെ? അപ്പോൾ മകൻ പറഞ്ഞു, വാപ്പ ഉറങ്ങുകയാണ്. അസ്ർ നമസ്കാരം കഴിഞ്ഞാണോ ഇബ്രാഹിം ഇബ്നു ലൈഹം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇങ്ങോട്ട് വട്ടം തിരിഞ്ഞു. അപ്പൊ മകൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ ഞാനിപ്പോ വിളിക്കാം, വാപ്പ ഉണരാൻ നേരമായി, ഞാനിപ്പോ പോയി വിളിച്ച് ഉണർത്താം. ഒന്നും ശ്രദ്ധിക്കുന്നില്ല, വട്ടം തിരിഞ്ഞ് നേരെ വന്ന വഴിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ പണിക്കാരനെ വിളിച്ചിട്ട് മകൻ പറഞ്ഞു, മോനെ എടാ ഇയാള് വേറെ ചെന്നിട്ട് ബഹുമാനപ്പെട്ടോട്ട് വരാൻ പറ, ഞാൻ ഉപ്പാനെ എഴുന്നേപ്പിക്കാൻ പോവുകയാണ്, വരാൻ പറ. ഈ വേലക്കാരൻ പിന്നാലെ ചെന്നിട്ട് എന്നെ കൂട്ടുകാരൻ്റെ മകൻ പറഞ്ഞു വിട്ടതാണ്, അങ്ങയോടൊക്കെ തിരിച്ചെല്ലാം പറയുന്നുണ്ട്. ഒരു പ്രതികരണവും ഇല്ല, നല്ല സ്പീഡിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ വേലക്കാരൻ തീരുമാനിച്ചു, എന്നാ എങ്ങോട്ടാ പോണേന്നൊന്ന് അറിയണമല്ലോ. നേരെ ഇദ്ദേഹത്തിന് നല്ല സ്പീഡിലാ പോണേ, പുറകെ നടന്നു. മുന്നോട്ട് കുതിച്ച് നടന്നതായ ഇബ്രാഹിം ഇബ്നു ലൈഹം റളിയല്ലാഹു തആല അൻഹു ഒരു ഇത്തിരി മറ്റേ ഈ എക്കോ ഇത്തിരി കുറച്ച് വെച്ചാൽ മതി, ഒരു വയസ്സനാ, അപ്പം അതനുസരിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. വലിയ അക്കം വരുമ്പോഴേ ഇവർക്ക് മനസ്സിലാവില്ല. ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് കുറേ കാലിക്കസേരയും എന്നെ സമാധാനിപ്പിച്ചു. എൻ്റെ ഉറൂസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, സ്ത്രീകൾ ധാരാളം ഉണ്ട് കേട്ടോ ഉസ്താദെ, പുരുഷന്മാർ മാത്രമേ. എന്നെ സമാധാനിപ്പിക്കാനത് ഞാൻ ആലുവയിൽ കുന്നത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കുന്നത്തേരി തങ്ങന്മാരുടെ മക്കാമ. എന്നെ അവിടെ തങ്ങൾ ഉറൂസിന് വിളിച്ചു ഇതുപോലെ. ഞാൻ സ്റ്റേജൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ എവിടെ ഇത് സ്റ്റേജ്? അത് ബാവുസ്ലിയാരെ ഇവിടെ നിന്ന് ബാവുസ്ലിയാർ അങ്ങ് പറഞ്ഞോ, ഇവിടെ മഹാനായ കണ്ണിയത്ത് ശംസുൽ-ഉലമ അങ്ങനെയുള്ള മഹാന്മാരൊക്കെ നിന്ന് പ്രസംഗിച്ച സ്ഥലമാണ്, ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്, ബാവുസ്ലിയാർ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഒരാളെൻ്റെ മുമ്പിലില്ല. ഞാൻ കുറേ നേരം കണ്ണടച്ച് നീക്കി നോക്കി, പക്ഷേ എന്തോരം നേരം നീക്കാൻ പറ്റും? കുറേ കഴിഞ്ഞപ്പോൾ തന്നെ സുക്കൂത്തായി, നിറച്ച ആളുകൾ. അപ്പോൾ എല്ലാം സമാധാനിപ്പിക്കാനാ പാവം. അൽഹംദുലില്ലാ എനിക്ക് സമാധാനക്കുറവൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഞങ്ങളുടെ നാട്ടിൽ കാരണന്മാർ വാക്കുറി കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ചു വന്നു. അങ്ങനെ ഒരു നാടൻ ഭാഷയുണ്ട് ഞങ്ങളുടെ ഇടയിൽ, കാരണന്മാരുടെ ഇടയിൽ. കാശ് കൊടുത്താൽ മേടിച്ചേ, പക്ഷേ പട്ടി കടിക്കണ പട്ടിയാ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ചിട്ട് സദസ്സിൽ ആടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് നിരവധി ആളുകൾക്ക് അവരുടെ വീട്ടിൽ മലന്ന് കിടന്നുകൊണ്ട് കേൾക്കാം. ഒരു ബക്കറ്റ് കളക്ഷനും ചോദിക്കൂല, ഒരു പിരിവും ചോദിക്കൂല, ഇനി ഉറങ്ങാൻ പറയുകയാണെങ്കിൽ ഉറങ്ങാം, ചാരി ഇരിക്കില്ലേ എന്ന് പറയില്ല, ഒന്നും ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ കേൾക്കാം. ഇതിന് കാശ് കൊടുക്ക ഉള്ളതാണ്, പക്ഷെ കടിക്കുന്ന പട്ടിയാണ്. സദസ്സിലെ ആൾ വന്നില്ല എന്ന് വെച്ചിട്ട് അവൾ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലത് തന്നെ കേട്ടോ. ഇവിടെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു, വിദേശത്ത് നിന്നുള്ള ധാരാളം ആളുകൾ. അപ്പം ഇത് ഒരു ഗുണം, ഈ വലിയൊരു ഉസ്താദിനോട് ഒരാളൊരു ഉദാഹരണം, മക്കയിലൊന്നും പോകാൻ എന്നെ കൊണ്ട് ശേഷിയില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ സ്വിച്ച് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മക്ക കാണാമല്ലോ ഉസ്താദെ. അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ വിമർശിക്കുന്നത് ഒന്ന്, നീ അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നൊന്ന് തൊലി പോലും കളയാതെ മൊത്തം തിന്നു. കാരണം 300 രൂപയുടെ ആപ്പിളിന് തൊലിയൊക്കെ കളഞ്ഞാൽ നഷ്ടം വരില്ലേ, മൊത്തം തിന്നു.
തീറ്റ എല്ലാം കഴിഞ്ഞ് നേരം വെളുക്കാറായപ്പോ വയറ്റിൽ കിടന്നുകൊണ്ട് ആപ്പിള് പറയുന്നു ഭോണം. നീ പറയും പറ്റൂല, കാരണം 300 കൊടുത്ത് കയറ്റിയിട്ടേക്കണത് കളയാൻ പറ്റൂല. പിന്നെ ആപ്പിള് പറയും ഭോണം. ആര് ജയിക്കും? ആപ്പിള് ജയിക്കും. നീ ആ ക്ലോസറ്റിലേക്ക് പോയി ഇരിക്കണതിന് മുമ്പ് ഒരു ഈർക്കിളിയും കൊണ്ട് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ആപ്പിൾ ഇങ്ങനെ കയറ്റി അയച്ചോണ്ടിരിക്കുമ്പോ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ കിള്ളണം. അപ്പം അതിനകത്ത് ദഹിക്കാത്ത ചില പീസുകൾ കിട്ടും. അത് നീ തോണ്ടി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നന്നായി കഴുകി കിവിലേക്ക് തിരിഞ്ഞെന്ന് ബിസ്മില്ല അങ്ങ് തിന്നോ. അതിനകത്തും ഹയറുണ്ടാ മോനെ. ടി വിയിലുള്ള ഹയർ അതാണ്. എന്താണ് ഷർറ കൂടുതൽ, ഹയർ കുറവാ. എന്ത് പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഹയറുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഷർറ. വേറൊന്നുമല്ല, ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഒരു കാര്യം തുറന്നു പറയാൻ പറ്റില്ല. ഇപ്പം തുറന്നു പറഞ്ഞാൽ അകത്താവും. കാരണം ഇവിടെ രേഖ കിടക്കുകയില്ലേ. എനിക്ക് ഈ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു, ഓ നിങ്ങളെ നേരിട്ട് കണ്ട് ഏതാണ്ട് വലിയ ഔലിയാക്കന്മാരെ കാണുന്നവരെയാണ് ജാഹിലിനെ കണ്ടിട്ട്. ഞങ്ങൾ എത്ര ദിവസമായി കണ്ടുകൊണ്ടിരിക്കുക, അപ്പം നേരിട്ട് കണ്ടല്ലോ. ഇത്രയും വലിയ ഭാഗ്യം വേറെ ഇല്ല. അതിപ്പോൾ ഒരാൾ പറയാണ് ഇത്രയും വലിയ ഭാഗ്യം എനിക്ക് വേറെ ഒന്നുമില്ല. ഞാനൊരു ബന്ധവും അതുമായിട്ടില്ല. ഏത് ഈ പിടിക്കണത് ഇതുപോലെ അങ്ങനെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതുപോലെ കുന്തക്കോൽ ഇടുന്ന് വെച്ചിട്ടുണ്ടാവും. ഇവർ പിടിച്ചോണ്ട് പോവും, അവർ പിടിച്ചോണ്ട് പോയിട്ട് അവരിടും. എന്നിട്ട് അതിന് പല ഹെഡിങ്ങുകൾ കൊടുക്കും. ഇതാണ് ഈ കുഴപ്പം. ഈ പല ഹെഡിങ്ങുകളും കൊടുക്കും. എനിക്ക് അവസാനം കുരിശായി. ഞാൻ ഒരു സുപ്രീം കോടതി ഒരു വിധി ഇറങ്ങിയല്ലോ, ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നവരുടെ പേരിൽ ആരും പരാതി കൊടുക്കണ്ട, പോലീസിന് സ്വയം കേസെടുക്കാം. പടച്ചവൻ വരാനെ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, ബാവസ്ഥാത ഇന്ന പ്രസംഗത്തിൻ്റെ ഹെഡിങ് ഇതാ, നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ പല പ്രസംഗത്തിൻ്റെ ഹെഡിങ് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാലൻ്റെ പ്രസംഗം പിടിക്കരുത്. കാരണം ചുമ്മാ ഇരിക്കണം. ഞാൻ അകത്തേക്ക് പോയി. ഈ ഹെഡിങ് നോക്കുമ്പോൾ സംഗതി ഇതിനകത്തൊന്നുമില്ല, പക്ഷേ ഹെഡിങ് രാജ്യദ്രോഹമാണ്. ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ ജനാധിപത്യത്തിനെ തകർക്കാൻ വരുന്നതുമായ പിന്നെ വിഭാഗത്തിനെയൊക്കെ വല്ലാതെ ഹനിക്കുന്ന വിധത്തിലുള്ള ഹെഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഹെഡിങ് വെച്ചുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങളെടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എന്നെ അകത്താക്കണമെങ്കിൽ അതിനകത്തുനിന്ന് എത്രയോ വാക്കുകൾ കിട്ടാണ്ടാവും, അതിങ്ങനെ കിട്ടാണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും കാര്യങ്ങൾ തുറന്നു ഒറ്റ പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തുമാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചില ആൾക്കാർ പറഞ്ഞാൽ പിന്നെ പാമ്പിനെ തിന്നണ നാട്ടിൽ ചെന്നാൽ പാമ്പിൻ്റെ നടു തിന്നാന്ന് പറഞ്ഞാൽ ഓരോ മുസീബത്തുകളൊക്കെ വരുമ്പോൾ ആ മുസീബത്തിന് അങ്ങനെയൊക്കെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് അടുക്കുമ്പോൾ അങ്ങനെ അവർ 10-45 കൊല്ലം മുമ്പ് ഇവിടെ നരച്ചവരൊക്കെ ഇരിപ്പില്ലേ? 10-45 കൊല്ലം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഹറാമ ചെയ്യാൻ പാടില്ല, സംഭവം വെക്കാത്ത നരകത്തിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് സുന്നത്തും ഫർളുമൊക്കെ ആയിട്ട് മാറി. കാലങ്ങൾ പറഞ്ഞു. ഞാൻ അതൊന്നും അതിലേക്കൊന്നും പോണില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വിഷയം മാറിപ്പോവും. ഞാൻ എന്താ പറഞ്ഞു വന്നത്? മഹാനായ ഇബ്രാഹിം ദൈഹം റളിയല്ലാഹു തആല അൻഹു അപ്പോൾ പിന്നെ മുന്നോട്ടിങ്ങനെ നല്ല സ്പീഡിൽ പോവാ. അങ്ങനെ പോകുമ്പോൾ ഈ പണിക്കാരനും പിന്നാലെ നല്ല സ്പീഡ് പുറകെ എത്തുകയാണ്. കുറേ അങ്ങ് എന്ന് കഴിഞ്ഞപ്പോൾ ഇയാളിലെ പള്ളിപ്പറമ്പിലേക്ക് കയറി. പള്ളിപ്പറമ്പിലേക്ക് കയറിയിട്ട് ഒരു പുതിയ കബർ, ആ കബറിൻ്റെ അടുത്തങ്ങ് ചെന്നിരുന്ന്, അത് സാധാരണ ഇരുത്തല്ല, കുന്തുകാലയിൽ ഇരിക്കുമെന്ന് പറയും. നിങ്ങളുടെ ഇവിടെ എന്താ പറയണമെന്ന് അറിയില്ല. ഈ കുന്തുകാലയിൽ ഇരുന്നിട്ട് ഈ മുഖം ഈ കാലിൻ്റെ 2 മുട്ടിൻ്റെ നടുക്കിലേക്ക് അങ്ങ് ഇറക്കി. ഈ മുട്ടുകാലിൻ്റെ ഇടയിലേക്ക് മുഖം അങ്ങ് ഇറക്കി വെച്ചു. എന്നിട്ട് 2 വശം മുട്ടുകാൽ കൊണ്ട് ഇത് ഇങ്ങനെ അടിക്കാൻ. മുട്ടുകാല് കൊണ്ട് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും പറയുന്നു, എടനാക്ക്, നിന്നെ അള്ളാഹു പടച്ചത് പടപ്പുകൾ ഉറങ്ങുന്നതിനെ പറ്റി കുറ്റം പറയാനാണോ? ഓരോ പ്രാവശ്യം ഇടിക്കുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പണിക്കാരൻ കുറേ നേരം കേട്ടോണ്ട് നിന്നു. ഭ്രാന്ത്, ഇതെന്ത് ഭ്രാന്തായി തീരൂലെന്ന് കരുതി മൂപ്പര് തിരിച്ചുപോയി. ചെന്നിപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അബൂ റബാഹ തങ്ങളടക്കം കാത്തിരിക്കുകയാണ്. എടാ എവിടെയാടാ നീ വിളിക്കാൻ പോയ ആള്? അയാൾ ഭയങ്കര സ്പീഡിൽ പോയി പള്ളിപ്പറമ്പിൽ കയറി ആ മീശാൻ കല്ലിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഞാനിങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. എടാ ഇത് പിരാന്തല്ലടാ. അബൂ റബാഹ തങ്ങൾ പറയാണ് ഇത് പിരാന്തല്ല. ആ പള്ളിപ്പറമ്പിൽ ചെന്നിരുന്ന് മഹാനവറുകൾ ചെയ്ത പണി എന്താണെന്നറിഞ്ഞോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിനഫ്സിൽ ലവ്വാമ. അതാണ് അവിടെ നടന്ന പണി. അല്ലാഹു തആല സത്യം ചെയ്ത് പറയാണ്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് സത്യം. വലിയ ഗൗരവമുള്ള വല്ല വിഷയങ്ങളും പടപ്പുകളിലേക്ക് അല്ലാഹു തആലക്ക് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ പടച്ചതമ്പുരാന്റെ ഒരു ശൈലിയാണ് പടപ്പുകളെ പിടിച്ചിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയാം.
അള്ളാഹു അങ്ങനെയാ. പ്രധാനപ്പെട്ട വല്ല പോയിന്റും മനുഷ്യനെ അറിയിക്കാനുണ്ടെങ്കിൽ പടപ്പുകളെ പിടിച്ചിട്ട് സത്യം ചെയ്യും. പടപ്പുകളായ നമുക്കത് പറ്റൂല. അള്ളാഹ് സത്യം ചെയ്യുന്ന പടപ്പുകളെ പിടിച്ചിട്ടാ. വല്ലാദിയാതി ലബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅദർന ബിഹി നഖറ ഫവസത്ന ബിഹി ജമ്മ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇത് പറയാൻ വേണ്ടിയാ ഈ സത്യം ആകെ ചെയ്തത്. ചുമ്മാ ചുരുക്കാൻ പറയാം. പ്രഭാത സമയത്ത് ശത്രു സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് പാറയിൽ തീ പാറിച്ചുകൊണ്ട് പൊടിപടലങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ചീറിപ്പായുന്ന കുതിരയെ കൊണ്ട് സത്യം. അതാ പടപ്പ് കണ്ട. കുതിരയെ കൊണ്ട് സത്യം. മിന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നന്ദിയില്ലാത്തവനാ. ഈ വാക്ക് കേട്ട അപ്പ ഇറങ്ങി ഓടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഓടിയത് എങ്ങോട്ടാന്നറിയാം? ഒട്ടകത്തിൻ്റെ തൊഴുത്തിലേക്ക്. എന്നിട്ട് കുറെ വൈക്കോൽ ഇങ്ങോട്ട് വാരിയെടുത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറയാ, യാ ലൈതനി കുന്തു ഹാദാ. ഈ ഉമർ ഈ വൈക്കോലായിരുന്നെങ്കിൽ റബ്ബേ. പറക്കുന്ന പറവകളെ കണ്ടപ്പോൾ പറഞ്ഞു, പടച്ചവനെ, ഈ ഉമർ ഈ പറവകളായിരുന്നെങ്കിൽ. നാലുകാലയിൽ നിൽക്കുന്ന കഴുതയെയും ഒട്ടകത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലോ, ഈ ഉമർ ഈ മൃഗങ്ങളായിരുന്നെങ്കിൽ. കാരണം ഇവരൊന്നും നന്ദിയില്ലാത്തെന്ന് അള്ളാഹ് പറഞ്ഞില്ല. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അള്ളാഹു ആ ലിസ്റ്റിൽ നമ്മളെ പെടുത്താതെ കാക്കട്ടെ. സിദ്ദീഖുൽ അക്ബറങ്ങൾ ദിവസങ്ങളോളം പനി പിടിച്ചിടുന്നു ഈ ആയത്തോതി കേട്ടിട്ട്. ഞാൻ എത്ര പ്രാവശ്യം ഓതിയാലും എനിക്കൊരു പനിയും വന്നില്ല, ഞാനൊരു ഓടണവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ പോണതിന് മുമ്പ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പാശം മേടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എവിടെ ഉമ്മാനികളെ? നമ്മളെവിടെ? നല്ല മനുഷ്യന്മാരെവിടെ? ഇവിടെ കിടക്കണണ്ട നല്ല. പടച്ചവനെ, എന്താ അവലാദിയും വിഷമമായിട്ട് ആരിവിടെ വന്നാലും അല്ലാഹ് അവരുടെയൊക്കെ മഹത്വം കൊണ്ട് ആ അവലാദികൾക്കും വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിങ്ങൾക്കൊക്കെ വലിയ നിയമത്താ അല്ല ചെയ്തേക്കണേ, വലിയ നിയമത്താ. ഓരോ നാട്ടിലും ഓരോ മഹത്തുക്കളെ കൊണ്ടുവന്ന് കിടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ നിയമത്താ. അല്ലാണ്ട് മസ്ജിദില്ലാറ മദീനയ്ക്ക് എന്താ പവറുള്ളത്? തങ്ങളവിടെ അടങ്ങിയെന്നുള്ളതാ പവറ്. ഖുർആൻ നേരെ എടുത്ത് പറയുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദിസിന് എന്താ പവർ? അവിടെ അമ്പ്യാക്കന്മാരെ അടങ്ങിയെന്നുള്ളതാ പവറ്. പിന്നെ പാണിശ്ശേരിക്കുള്ള പവർ അതാണ്. പാണത്തൂരിനുള്ള പവർ ഇവിടെ ശുഹദാക്കൾ വന്ന് അടങ്ങിയെന്നുള്ളതാണ്. അപ്പം ജനങ്ങളെ, നന്ദി കെട്ടവരിൽ നിങ്ങൾ പെട്ടു. ഏതാണ് നമ്മൾ അള്ളാഹിനോട് ചെയ്യുന്ന നന്ദി? ഖുർആൻ എടുത്ത് നോക്കിക്കോ. ഏറ്റവും വലിയ നന്ദി എവിടെ നോക്കിയാലും 5 നേരം അംഗസ്നാനം ചെയ്ത് നിന്നെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ട സൃഷ്ടാവിന്റെ സമക്ഷത്തിൽ നിന്റെ ശരീരത്തിന്റെ ഏറ്റവും പവിത്രമായ മുഖം മണ്ണിൽ വെച്ച് ഞാൻ ഏറ്റവും കഴിവ് കെട്ടവനാണ് റബ്ബേ എന്ന് സമ്മതിക്കുന്ന സുജൂദാണ്, നിസ്കാരമാണ് ഏറ്റവും വലിയ നന്ദി. അപ്പൊ ഇത് ചെയ്യാത്തവരെ പറ്റിയല്ലേ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എല്ലാത്തിലും അതെ. മനസ്സിലാ? നിങ്ങളൊരാൾക്കൊരു 100 രൂപ കടം കൊടുത്തു നോക്കി, ഒരു നിവൃത്തിയില്ലാത്ത ഒരുത്തൻ നിങ്ങളുടെ അടുത്ത് വല്ല വിഷം വഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നിങ്ങളൊരു 1000 രൂപ എടുത്ത് അങ്ങ് കൊടുത്തു. നീ തരണ്ടാടാ, ഇത് കൊണ്ടുപോക്കോ. ഒരു 3 മാസം തികണതിന് മുമ്പ് അവൻ നിങ്ങളെ കുത്തിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചു. അങ്ങോട്ട് സഹായിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത മനുഷ്യന്മാർ 99 ആ ശൈലിയിലുള്ളതാ. അതാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നന്ദിയില്ലാത്ത വർഗം. പട്ടിക്ക് 3 ദിവസം തീറ്റ കൊടുത്താൽ 4-ാമത്തെ ദിവസം വാലാട്ടി കൊണ്ട് അത് എടുത്തേക്ക് വരും. ഏത് മൃഗം അങ്ങനെ തന്നെ അക്കതിന് നന്ദിയുണ്ട് എന്ന്. പട്ടികളെ മനുഷ്യരയിൽ വിളിക്കും രാജാതിരാജനായ റബ്ബ്. തഫ്സീറുകളിൽ പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെ. പട്ടികളെ വിളിച്ചിട്ടേക്ക്, എടേ നായകളെ, നിങ്ങളെ ഞാൻ ഐൻ നജസായിട്ട് സൃഷ്ടിച്ചതാണ്, വല്ല പരാതിയുണ്ടോ? ചോദ്യം. പട്ടികൾ പറയും, നാഥാ, നീ ഞങ്ങളെ ഐൻ നജസായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും ജനത്തിന്റെ ഇടയിൽ നീ ഞങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയിരുന്നല്ലോ റബ്ബേ. അവരുടെ സ്വത്ത് സൂക്ഷിക്കാൻ ഞങ്ങളെ അവർ സംരക്ഷിച്ച് വളർത്തി. അവരുടെ പിടിവിട്ടുപോയ ജീവിയെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങളെ അവർ വളർത്തി. അവരുടെ തെളിയാത്ത കേസുകൾ തെളിയിക്കാൻ വേണ്ടി അവർ ഞങ്ങളെ വളർത്തി. ഇങ്ങനെ പല നിലയ്ക്കും. പട്ടിക്ക് എന്ത് വിലയാ? നിങ്ങൾ കണ്ടില്ലേ, പോലീസിന്റെ മുകളിലേക്ക് തോക്കൊക്കെ പിടിച്ചോണ്ട് മാലയൊക്കെ പിന്നെ പൂവൊക്കെ ഇട്ട് മൂടിക്കൊണ്ട് പട്ടിയുടെ ശവത്തിന്റെ മുമ്പിൽ ആചാരം ഒടിയൊക്കെ കണ്ടിട്ടില്ലേ? ആ പട്ടിയുടെ വിലയത്. പോലീസുകാരെക്കാളും വലിയ വിലയാണ് പോലീസ് വളർത്തുന്ന പട്ടിക്ക്. അപ്പൊ പട്ടിക്ക് വലിയ ബഹുമാനമുണ്ട്.
ആ പട്ടി എന്നിട്ട് പറഞ്ഞെന്നറിയോ, പടച്ചവനെ ഈ ഒരു പദവിയും ഒന്നും കിട്ടാത്ത അഴുക്കിനകത്ത് നീ സൃഷ്ടിച്ചതായ പന്നിയായിട്ട് ഞങ്ങളെ ആക്കിയില്ലല്ലോ അല്ലാ. അതാണ് അവർ പറയണേ, ഞങ്ങളെ പന്നിയാക്കിയില്ലല്ലോ. പന്നി എപ്പോഴും അഴുക്കിനകത്താ കിടക്കണേ, ഞങ്ങളെ നീ പട്ടിയ. അപ്പൊ നിനക്ക് പരാതിയൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. കൂനു തുറാബ. അപ്പോഴാ രണ്ട് കാലികളിൽ നിന്ന് പറയുക, യാ ലൈതനീ കുന്തു തുറാബ. പടച്ചവനെ, ഈ നായകൾ മണ്ണായതുപോലെ അല്ലാ നീ ഞങ്ങളെ അങ്ങ് മണ്ണാക്കി അവസാനിപ്പിക്കണേ തമ്പുരാനെ. നടക്കൂലെന്ന്. ഇതൊന്നും വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാവുന്ന നിലവാരത്തിലേക്കാണ് കാര്യങ്ങൾ പോണത് കേട്ടോ. പടച്ച തമ്പുരാന്റെ ഭാഗത്തുനിന്നുള്ള രക്ഷയില്ലാതെ ഒന്നും രക്ഷപ്പെടാൻ പോണില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് തൊട്ടുപോയാൽ സംഗതി വിഷയം ആകെ മാറിപ്പോവും. നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാ, നാൽക്കാലികളെ പോലെ. വലാ തക്കൂനു, ഒറ്റ വാക്കെന്ന് പറഞ്ഞോട്ടെ, വലാ തക്കൂനു കല്ലദീന നസുല്ലാഹ് അൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അറവശാല കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന കാളേനെ കണ്ടിട്ടില്ലേ, പോത്തും ആടുമൊക്കെ? അതിന് തീറ്റ കൊടുത്താൽ അതിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും, കൊടുത്താൽ കുടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒപ്പം മാർക്കറ്റിൽ നിന്ന് വന്ന മൃഗത്തിനെയാണ് ഇവിടെ ഈ അറുത്ത് തോലുരിഞ്ഞ് ഈ വെട്ടി നുറുക്കിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അങ്ങോട്ട് നുറുക്കി അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചറക്കാൻ പോവാ. പക്ഷെ അതിന് വല്ല ചിന്തയുണ്ടോ? അത് തിന്നോണ്ടിരിക്കുന്നു, കുടിച്ചോണ്ടിരിക്കുന്നു. കാരണം എന്താണ്? അതിന്റെ നഫ്സിനെ സംബന്ധിച്ച് അള്ളാഹു അതിനെ മറപ്പിച്ചിരിക്കുകയാണ്. എനിക്കിത് ഇതാ വരാൻ പോകുന്നു, ആ ചിന്ത അതിനില്ല. മനുഷ്യരെ, നിങ്ങൾ അതുപോലെയാകല്ലേ. നിങ്ങൾ അള്ളാനെ മറന്നാൽ നിങ്ങളുടെ നഫ്സിനെ അല്ലാഹ് മറപ്പിച്ചു കളയുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണോ വരാൻ പോകുന്നത്? ബുദ്ധിജീവികൾ ഇന്ത്യ രാജ്യത്തെ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട്, 2024 തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ നിലവാരത്തിലാണ് കാര്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ പറഞ്ഞാൽ 2014 മുമ്പുള്ള ഇന്ത്യ അല്ല, 9 കൊല്ലം കഴിഞ്ഞപ്പോ. 700 കൊല്ലം ഈ രാജ്യം മുസ്ലിങ്ങൾ ഭരിച്ചതാ. 700 കൊല്ലം ഇവിടുത്തെ ഒരു മതക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. 9 വർഷം എത്തിയപ്പോൾ ഇന്ത്യയുടെ ചിത്രം മാറി. കഴിഞ്ഞ വർഷം സ്കൂളുകളിൽ +1 പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു, മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഭരണഘടനാ അസംബ്ലിക്ക് അധ്യക്ഷം വഹിച്ച മനുഷ്യനാണ്. പുസ്തകത്തിൽ പാഠമിട്ട് കഴിഞ്ഞ വർഷം കുട്ടികളത് പഠിച്ചപ്പോൾ ഈ വർഷം അബുൽ കലാം ആസാദ് ചിത്രത്തിലില്ല. ഇതൊന്നും മാത്രമല്ല, ധാരാളം ബുദ്ധിജീവികൾ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധിജീവികൾ വിളിച്ചു പറയുന്നു, 2024 ഈ സംവിധാനം തുടർന്നു വന്നാൽ നീയൊക്കെ ഇന്ത്യ രാജ്യത്തെ ഫലസ്തീനികളാ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നീയൊക്കെ ഇന്ത്യ രാജ്യത്തെ ഫലസ്തീനികളാ. എന്താ ഫലസ്തീൻ്റെ അവസ്ഥ? നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ ഒരു ദിവസമെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരനെ പിന്നെ യഹൂദ പട്ടാളം വെടിവെക്കാത്ത ഒരു ദിവസം ഫലസ്തീനിലുണ്ടോ? നിനക്ക് ഐഡന്റിറ്റി ഇല്ല, നിനക്ക് വോട്ടവകാശം ഇല്ല, നിനക്ക് സർക്കാരിൽ ജോലിയില്ല. നീ വീട് പണിയാൻ വേണ്ടി സ്കെച്ചും പ്ലാനും റെഡിയാക്കി പഞ്ചായത്തിൽ കൊടുത്താൽ അത് എടുക്കില്ല. ഫലസ്തീനിയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നിനക്ക് ഭൂമി വിൽക്കാൻ അവകാശമില്ല, നിനക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ല. ഒറിജിനൽ അടിമ. എന്താടോ പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ. ബദർ കഴിഞ്ഞു, ഞാനെടുത്തു തുടങ്ങിയേക്കണ വിഷയത. എല്ലാവരും ബദർ ആഘോഷിച്ചവരാ, 27-ാം രാവ് കൊണ്ടവരാ, റമദാൻ ധാരാളം ഇബാദത്ത് എടുത്തവരാ. ഒക്കെ ചീറ്റിപ്പോയിട്ടുണ്ടോ എന്നൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങി വെച്ച വിഷയം. അങ്ങോട്ട് കൊണ്ടുവരാം. 30 ദിവസം നോമ്പെടുത്തിട്ട് പെരുന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് വണ്ടി എടുത്തവരോ ഒറ്റ പോക്ക. തുണിയില്ല, തൂലാടയില്ല, ഒന്നുമില്ല. എല്ലാം പല 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 കോവളത്തും ബീച്ചിലും പണ്ടാരം എവിടെ ചെന്നാലും മുസ്ലിം സമൂഹം കിടന്ന് കുത്തിമറിയുന്ന കാണാനുള്ളൂ. എടുത്ത അനുഷ്ഠാനങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. ഖുൽ ഹൽ നബിയുക്കും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. ഞാനെല്ലാം ചെയ്തു പഠിച്ചവനെ, ഞാൻ മുസ്ലിമത്താ. നാളെ അവിടെ ചെല്ലുമ്പോൾ ഉള്ളി തൊണ്ടു വിളിച്ച പോലെ ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അതങ്ങ് വിശദീകരിച്ച് വന്നേക്കാം ഇപ്പം തന്നെ. ഈ കുട്ടികൾ ഓടണമുണ്ട്, ബാക്കി ഇവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടോ? ഇല്ല അല്ലേ? പിള്ളേരെയൊക്കെ അഴിച്ചു വിട്ടേക്കാണ്.
പടച്ചവനെ, ഏതോ നാട്ടിൽ നിന്ന് വന്നിരുന്ന ഒരു പാവി ഈ വിവരമില്ലാത്തവൻ പറയുന്നതും അല്ലാഹുവിൻ്റെ ശുഹദാക്കളുടെ ഹദറത്തിൽ കൂടിയതായ സാലിഹ്യങ്ങളും സാലിഹത്തുകളാവുന്ന സാധുക്കളായ ഈ പാവങ്ങൾക്ക് ഈ പാവി പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹുവേ ഇരു കൂട്ടർക്കും ഈ മജ്ലിസ് നീ ഒരു നാഫിയ ഇൽമാക്കി കബൂലാക്കണേ പടച്ചോൻ പുരാനെ. ചുമ്മാ വന്നു വിടുന്നിട്ട് എന്താ കാര്യം? ഇവിടെ ശ്രദ്ധിച്ചോ, അപ്പോൾ കാര്യം വളരെ അപകടത്തിലേക്കാണ് പോണേ. ബദറിലും അങ്ങനെ തന്നെയാണ്. ബദരീം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരു പരിചയമില്ല ഇവിടെ ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന്. ശരിയല്ലേ? ഇവർക്ക് ഈ ധിക്കാരികളെ പ്രതിരോധിച്ച് വല്ല പരിചയമുണ്ടോ? കാലിൽ ചെരുപ്പില്ല, ഉടുക്കാൻ മറുതുണിയില്ല, ഒരായുധമില്ല, പകലാകെ അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി, രാത്രി ഭക്ഷണപാനീയം ഇല്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി. അപ്പോൾ ചിന്തിച്ചോ, എനിക്ക് നിങ്ങൾ വിഷമിക്കണ്ട, നേരെ റൂട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങൾക്കൊരു നയരേഖ പറഞ്ഞു തരാം. ആ രേഖ അനുസരിച്ച് നിങ്ങളൊക്കെ നീങ്ങിക്കോ, നിങ്ങൾ വിജയിച്ചോളും. നേരെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അള്ളാന്റെ സ്മരണ വിട്ടു പോകരുത്. ഒരാൾ ഇങ്ങോട്ട്, ഞാൻ വിശദീകരിക്കാതെ, ഒരാളിങ്ങോട്ട് ചീത്ത പറയാണ്. പടച്ചവനെ, ഞാനങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ റബ്ബേ നിനക്ക് പൊരുത്തം ഉണ്ടാവില്ലോ അല്ല. ഇവിടെയാണ്. അല്ലാണ്ട് ഒതുക്കുറുല്ലാഹ കസീറ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ ദിക്റിയല്ലെന്ന് മാത്രമല്ല, ജീവിതത്തിൽ അള്ളാന്റെ സ്മരണ വിട്ടുള്ള പോക്ക് നിങ്ങൾ പോകരുത്. ഒന്ന്, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, ജീവിതം മുന്നോട്ട് പോകേണ്ടത് അള്ളാന്റെ വിധി അനുസരിച്ചും റസൂലുള്ള പഠിപ്പിച്ചെന്ന ശൈലി അനുസരിച്ചായിരിക്കണം. രണ്ട്, വലാ തനാസഉ, ഭിന്നിക്കരുത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് മാറിയിരിക്കരുത്. നിങ്ങളുടെ അടുത്ത കർണാടക 28 പാർട്ടിയുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചു മുസ്ലിങ്ങൾക്ക് കർണാടകയിൽ ഭയങ്കര മിടുക്കന്മാരാ. 28 പാർട്ടി. എന്നിട്ട് ആ പത്രം എഴുതി ഞാൻ വായിച്ചത് ആ 28 പാർട്ടിയും അവരുടെ ശത്രുവിന് അവർ വോട്ട് ചെയ്യുന്ന വിഷയത്തിൽ ഒന്നാണ്. പക്ഷെ മറുഭാഗത്ത് ഒരു കുത്തുന്നത് ഒരുമിച്ചല്ല. അതാണ് ബുദ്ധി. ഭയങ്കര ബുദ്ധിയാണ് മുസ്ലിങ്ങൾക്ക്, ഭയങ്കര ബുദ്ധിയാണ്. വലാ തനാസഉ, നീ പരസ്പരം ഭിന്നിച്ചാൽ ഫതഫ്സലു, നീ വാപ്പ അതോടുകൂടി ഭീരുവായി, നിന്റെ ധൈര്യം ചോർന്നു. തദ്ഹബുരിയക്കും, കാറ്റ് പോയി. ടയറിന്റെ കാറ്റ് പോയാൽ പിന്നെ എത്ര വലുതാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? വണ്ടി ഓടുവോ? നിന്റെ കാറ്റ് പോയി. ഈ 4 നിബന്ധനകൾ നീ പാലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ അല്ലാഹു പരാജയപ്പെടുത്തൂല. വലാ തഹിനു വലാ തഹ്സനു അൻതുൽ അഅ്ലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വേദനപ്പെടണ്ട, നിങ്ങൾ അസ്വസ്ഥരാകണ്ട. 24 അല്ല, അതിന്റെ അപ്പുറത്തത് വന്നോട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിജയിക്കുന്നവരാ, മികച്ചു നിൽക്കുന്നവരാ. ഇൻ കുന്തും മുഅ്മിനീൻ, ആ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ ഇതിലും വലുതുണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. നിങ്ങൾ എവിടുന്ന് മാറ്റാൻ പോവാ? നിങ്ങൾക്ക് ഭരണമെതിരാ, കോടതിയെതിരാ, പട്ടാളമെതിരാ, ഉദ്യോഗസ്ഥന്മാരെതിരാ, രാജ്യമെതിരാ. നിങ്ങൾ എവിടെ നിന്ന് തുടച്ചു മാറ്റാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ മുൻഗാമികളോട് പറഞ്ഞപ്പോൾ സാദത്തുഹും ഈമാനാ. ഇവിടെയാണ് വിഷയം. ഉണ്ടാ, ഓഹോ, ഞങ്ങളെങ്ങനെ ഇവിടുന്ന് എടുത്ത് കളയാൻ പോകണോ? ഞങ്ങളിവിടെ വന്ന് ജീവിക്കാൻ വന്നല്ല, മരിക്കാൻ വന്നതാ. നിങ്ങളെ കൊണ്ടാണ് അല്ലാഹു തആല ഞങ്ങളെ കശാപ്പ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾക്ക് ശുഹദാക്കളുടെ പദവി കിട്ടും. ഞങ്ങൾക്ക് യാതൊരു വിഷമോ വിഷയത്തിലില്ല. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ അള്ളാഹിനെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സർവസ്വവും അള്ളാഹിനെ ഏൽപ്പിച്ചു. യുവതലമുറയെ വലിയ അപകടത്തിലേക്കാണ് കാര്യം പോണത്. മയക്കുമരുന്ന് നിങ്ങളെ അപകടത്തിലേക്കാക്കുന്നുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന നിങ്ങളെ നാശത്തിലേക്കാക്കുന്നുണ്ട്. ഭാര്യയെ വേദനിപ്പിക്കുന്നതിൽ നിങ്ങൾ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലിശയുമായി ബന്ധപ്പെടുന്നതിൽ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുക്തിവാദത്തിന്റെ ക്യാമ്പുകളിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി എല്ലാ ഭാഗവും തലമുറ വലിയ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അവിടെ ഒന്നോട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ. മഹാനായ അബൂ റബാഹ തങ്ങൾ പറയുന്നു, ഇതെന്താ ഇവിടെ നടന്നതെന്നറിയോ? സത്യം ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് പറഞ്ഞു, നന്ദിയില്ലാത്തത് മനുഷ്യരാണ്. പട്ടികളോട് പറഞ്ഞു മണ്ണായിക്കോ. അത് കഴിഞ്ഞ് പന്നികളോട് ചോദിക്കുന്നു, പന്നികളെ നിങ്ങളെ ഞാൻ അഴുക്കിനകത്ത് സൃഷ്ടിച്ചതാണ്. അതെ,
ഇവിടെയൊക്കെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുണ്ട്. അവരുടെയൊക്കെ പറമ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണാം, പന്നിയെ. അതിന് പ്രത്യേകിച്ച് തൊഴുത്തും കൂടൊന്നുമില്ല. പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂല കെട്ടിത്തിരിച്ചിട്ട് എല്ലാ അഴുക്കുകളും അവിടെ കൊണ്ടുവന്നിടും. ഈ അഴുക്കിനകത്താണ് ഈ പന്നി കിടക്കുക. പന്നികളോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ അഴുക്കിനകത്താ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? അല്ലാഹുവേ, നീ ഞങ്ങളെ അഴുക്കിനകത്താണ് സൃഷ്ടിച്ചതെങ്കിലും ഞങ്ങൾ നിനക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടാണല്ലോ ജീവിച്ചത് റബ്ബേ. നിനക്ക് ദിക്ർ ചൊല്ലാത്ത മനുഷ്യരായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാ. പട്ടി പറഞ്ഞു, ഞങ്ങളെ പന്നിയാക്കിയില്ലല്ലോ. പന്നി പറഞ്ഞു, ഞങ്ങളെ നന്ദിയില്ലാത്ത മനുഷ്യനാക്കിയില്ലല്ലോ. ഞങ്ങൾ നിനക്ക് നന്ദി ചെയ്തുകൊണ്ട് ദിക്ർ ചൊല്ലുവാണല്ലോ. ഇവിടെ കുര്യാക്കോസ് ചേട്ടൻ്റെ അടുത്തേ ഇല്ലേ, നമ്മുടെ വർഗീസ്വാമിപ്പള്ളിയുടെ അടുത്ത് ഇവിടെ ഇല്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. പത്രോസിൻ്റെ അടുത്തൊന്ന് പറയണം, എടാ പത്രോസേ, ഇന്ന് രാത്രി ഞാൻ നിന്റെ പന്നിക്കൂടൊന്ന് കാണാൻ വന്നിട്ടെന്ന് പറയണം. രാത്രി 12 മണിക്ക് പന്നിക്കൂട്ടിലൊന്ന് ചെന്ന് നോക്കാം. 12 മണിക്കും ചെല്ലുമ്പോഴും കേൾക്കാം ദിക്രി അല്ലണതാ. അതാ പന്നി പറഞ്ഞ്, ഞങ്ങൾ ദിക്രി ചൊല്ലിക്കൊണ്ടാ ജീവിച്ച, അതില്ലാത്ത മനുഷ്യനായിട്ട് സൃഷ്ടിച്ചില്ലല്ലോ. പൊന്നാര നബി തൻ്റെ ഒരു ശിഷ്യൻ്റെ വാപ്പാൻ്റെ ജനാസ കാണാൻ ചെല്ലുക. തുണി മുഖത്ത് നിന്ന് അങ്ങോട്ട് മാറ്റിയ തങ്ങൾ നടങ്ങിത്തെറിച്ച് പിന്നോട്ട്. കറുകറുത്ത ഒരു പന്നി മോനോട് ചോദിക്കുന്നു, സഹാബിയോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ വാപ്പാന്റെ സ്വഭാവം നബിയെ? ഞാൻ ഏത് രാജ്യത്തേക്കും ദീനീ ദഅവത്തിന് പോകുന്നതിന് വാപ്പാക്ക് ഇഷ്ടമാണ്. എത്ര പണവും ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ വാപ്പാക്ക് തൃപ്തിയാണ്. പക്ഷേ എന്റെ വാപ്പ നമസ്കാരം നിലനിർത്തിയിരുന്നില്ല. റസൂലുള്ളാഹ് കൈവക്കി, അല്ലാഹ് എന്റെ സമുദായത്തെ ഈ ഭൂമുഖത്തെ നീ കോലം മറിക്കല്ലേ തമ്പുരാനെ. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പള്ളിപ്പറമ്പിൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചില്ലെങ്കിൽ എത്രയോ പന്നികളെ മറയാടേണ്ടി വന്നേനെ. നമ്മുടെയൊക്കെ തറവാടിത്തത്തിന്റെ പവർ കൊണ്ടാണോ ശരിയായ മനുഷ്യക്കോലത്തിൽ കൊണ്ട് നടക്കുന്നത്? റസൂലുള്ളാഹിന്റെ ദുആയ. അപ്പോൾ പോട്ടെ, ഇത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത്, സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് നന്ദിയില്ലാത്തത് മനുഷ്യനാണ്. ഇതുപോലെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാൻ, ഖിയാമത്ത് നാളിനെ കൊണ്ട് സത്യം വലാ
ിട്ട് മറ്റുള്ളവരുടെ പാപങ്ങൾ നീ മുന്നിലെടുത്ത് നിരത്തുകയാണ്. നമുക്കൊരു കുറ്റമില്ല, ബാക്കിയുള്ളവർക്ക് ആകെ കുറ്റമാണ്. ഇത് മാറണം. ബാബാ മുസ്ലിയാരുടെ കുറ്റം കാണാൻ എന്ന് തയ്യാറാകുന്നുവോ അന്നാണ് ബാബാ മുസ്ലിയാർ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് എന്താണ് അതിന് നമുക്ക് തയ്യാറാകാനുള്ള വൈഷമ്യം? നമ്മുടെ സ്വയം തെറ്റുകൾ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല? അതാണ് താഴെ പറയുന്നത്. എന്താടാ നീ നിന്റെ തെറ്റുകൾ അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ കുറ്റം കുറവൊക്കെ നീ കാണാം? അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ പലരുടെയും ശൈലി, അങ്ങനെയല്ലേ? നമുക്ക് വല്ല കുറ്റമുണ്ടോ? ഒരു കുറ്റമില്ല. കുറ്റമാകെ മറ്റുള്ളവർക്ക്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. നബിയെ, ധാരാളം ഇബാദത്ത് എടുക്കണ പടപ്പുകളുണ്ട് ദുനിയാവിൽ. അവർ ചെയ്യണതാകെ പെശക. അവരുടെ ധാരണ ചെയ്യണതൊക്കെ ശരിയാന്നാ. നാളെ അവർക്ക് യാതൊന്നും നന്മ കിട്ടാനില്ല. എനിക്ക് അടുത്ത കാലത്തൊരു അനുഭവം ഉണ്ടായി. ഉറങ്ങാത്തൊരു ശ്രദ്ധിക്കും. ഉറങ്ങണവരോ അവരുടെ പണി ചെയ്യും. എനിക്ക് അടുത്ത കാലത്തൊരു അനുഭവം ഉണ്ടായി. നിസ്സാരം ഒരു 3-4 മാസമായുള്ളത്. ഞാനും എൻ്റെ 2 സ്നേഹിതന്മാരും കൂടി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോൾ മീറ്റിങ്ങിൻ്റെ ടൈം അത് അവിടെ ഇപ്പോൾ ഇവിടെ വന്നതുപോലെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് എന്നതുപോലെ കുറേ എനിക്ക് വെയിറ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞങ്ങൾ 3 ആളും ഒരു മുറിയിലാണ്. അപ്പം എനിക്ക് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി മുസാഫ് തുറന്നു നോക്കിയിട്ട് ഇത്തിരി അതുകൊണ്ടൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. അപ്പം അന്ന് ആ പണി സൗകര്യപ്പെട്ടില്ല. അവിടെ നിന്ന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ടിട്ട് എനിക്ക് സൗകര്യപ്പെട്ടില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ഈ മൊബൈലിനകത്തുണ്ടല്ലോ. ഞാൻ ഈ മൊബൈൽ തോണ്ടിയിട്ട് ഞാൻ സാധാരണ ഓതുന്ന ആ ഭാഗമെടുത്ത് ഈ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ശബ്ദത്തിൽ ഓതുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇപ്പോഴും എനിക്ക് ഒരു കുറ്റവും ഇല്ല, ഒരു കുറവുമില്ല. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. മനുഷ്യരുടെ ധാരണ ഇതാ, അവർ ചെയ്യണമൊക്കെ ശരിയാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ചോദിച്ചു, ബാബാ മുസ്ലിയാർ ഖുർആൻ ഓതുകയാണോ ഖുർആൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ഒന്ന് പതറിപ്പോയി. അപ്പം തന്നെ മറ്റേ കൂട്ടുകാരൻ പറയാം, 2 ആളും മുറിയിലുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദത്തിൽ ഓതണ്ട, അവർ വർത്താനം പറയണത് പറഞ്ഞോട്ടെ. ഞാനിവിടെ ശബ്ദത്തിൽ ഓതുമ്പോൾ അവരുടെ സംസാരത്തിനൊക്കെ ഒരു തടസ്സം പറ്റുമല്ലോ, അത് വേണ്ട. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓതിയാൽ മതി എന്നുള്ള നിലയ്ക്ക്. കാരണം ഞാനത് അങ്ങനെയുള്ളൊരു ശീലം എനിക്കുണ്ട്, അത് നല്ലതാണെന്നാണ് എൻ്റെ ധാരണ. മറ്റേ കൂട്ടുകാരൻ പറയുന്നു, ബാബാ മുസ്ലിയാർക്ക് ഖുർആൻ നോക്കണതിൻ്റെ കൂലി മതിയെങ്കിൽ നോക്കിയാൽ മതി, ഓതണേൻ്റെ കൂലി കിട്ടണമെങ്കിൽ ഓതിയാ പോരെ. ഞാനങ്ങ് നടങ്ങിപ്പോയി. ഞാൻ എത്രയോ വർഷമായിന്നറിയോ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ വർഷമായി ഞാൻ ഖുർആൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി. കാരണം എന്താ, നമുക്ക് ഓതണേൻ്റെ കൂലി കിട്ടണേ. ഞാൻ ചോദിക്കട്ടെ, കൈ കെട്ടിയിട്ട് ഫാത്തിഹ ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചോണ്ട് അനങ്ങാതെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓതുകയാണ്. ഫാത്തിഹ ആവോ? ഫാത്തിഹ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം കേൾക്കാവുന്ന നിലയ്ക്ക് നമ്മൾ ഓതണം. അടുത്തുള്ളവരെ ഇടങ്ങേറാക്കലല്ല, നമ്മുടെ ശരീരം കേൾക്കാവുന്ന ഓത്തെങ്ങനെയാ ആ ശൈലിയിൽ നമ്മൾ ഓതണം. ഇങ്ങനെ ഓതിയാലേ കൂലി കിട്ടുള്ളൂ. ഞാൻ അതിന് ഘടകവിരുദ്ധമായി വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. ബാവുസിലാർ ചെയ്യുന്നു, അതെല്ലാം ശരിയാണെന്നാണ് അയാളുടെ ധാരണ. പക്ഷെ അയാൾക്ക് നാളെ ഒന്നും കിട്ടാനില്ല. അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത് കൂടിയിരിക്കുക. പള്ളിയിലേക്കൊരു ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വരികയാണ്. അവൻ ഒന്നു കൊടുക്കുമ്പോൾ കയ്യേൽ ഇവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമാം ഉസ്താദ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ ഒന്നു കൊടുത്തപ്പോൾ ഈ ഭാഗം നനയ്ക്കണില്ല, കാരണം മുറിവ് മരുന്നൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗവും അയാൾ കഴുകി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അസ്സലാമു അലൈക്കും എവിടെയാണ് നാട്? എൻ്റെ കയ്യ് ഒന്ന് മുറിഞ്ഞതാണ്. ശരി, അപ്പോൾ നിങ്ങൾ അവിടെ വെള്ളം ഇല്ല, അത് വെള്ളം അവിടെ നനയ്ക്കാൻ പാടില്ല, മരുന്ന് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിസ്കരിക്കണമെങ്കിൽ ഒളു ശരിയാവണമെങ്കിൽ തയമം ചെയ്യണ്ടേ? ഉടമയില്ലാരെ
വർത്താനം പറയുമൊന്നുമില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ മേടിച്ചിട്ട് നോട്ടം നോക്കിയിട്ട്. കാരണം മുസ്ലിയാരികൾ നിന്റെ പണി നോക്കടാ, എനിക്കറിയാടാ. ഓഹും യശബൂന അന്നഹും യുഷീനൂന സുന്ന. അവൻ ചെയ്യണത് ശരിയാന്ന് അവൻ്റെ ധാരണ, പക്ഷെ പൊട്ടത്തെറ്റാ ചെയ്തേക്കണേ. എത്രയാളുടെ നിസ്കാരം ശരിയുണ്ട്. ഞാൻ ഇതിലേക്കൊക്കെ പോയാൽ ഞാൻ ഈ ഉദ്ദേശിച്ച ഈ ഓതിയ ഭാഗം എനിക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂല. നമ്മുടെ അമലുകൾ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പിൽ നമ്മൾ എത്ര നേടിയെടുത്തു ബഹുമാനികളെ, എല്ലാം പോവല്ലേ, കരക്കാർക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഈ പരിപാടി അതിനാകട്ടെ നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി. എത്രയോ തെറ്റുകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നിസ്കാരം ഒന്ന് എടുത്തു നോക്കിയേ. ഏത് മനുഷ്യൻ്റെ നമ്മളൊരു നിസ്കാരം എടുത്തു നോക്കിയാൽ തങ്ങൾ നിർദ്ദേശിച്ച നിലയ്ക്ക് നിസ്കരിക്കുന്ന എത്ര പഠിപ്പുകൾ നമ്മുടെ കയ്യിൽ. പക്ഷെ തിരുത്താൻ തയ്യാറുണ്ടോ? ഇതാ മനുഷ്യൻ ചെയ്യുന്നു. എന്താണടാ നീ തെറ്റ് തിരുത്താൻ തയ്യാറാകാത്തത്? എന്താ നീ തിരുത്താൻ തയ്യാറാകട്ടെ? രണ്ടാമത് നിനക്കൊരു പുനർജന്മം ഇല്ലാന്നാണോ നീ മനസ്സിലാക്കുക? അതാണല്ലോ ഇപ്പൊ ഇതിനൊക്കെ കാരണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈമാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഈമാൻ ഉള്ളിൽ കയറിയാൽ എനിക്കൊരു പുനർജന്മമുണ്ട് റബ്ബേ, എന്നെ ചോദ്യം ചെയ്യും തമ്പുരാനെ, ഈ ഒരു ചിന്ത അങ്ങനെ ഉണ്ടെങ്കിലല്ലേ തെറ്റ് തിരുത്താൻ തയ്യാറുള്ളൂ. ഞാൻ മോശക്കാരനാണ്. അത്താർ റളിയല്ലാഹു തആല വലിയ സഹാബിയാ. മൂപ്പരുടെ പണി എന്താന്ന് പറഞ്ഞോ? വസ്ത്രം നെയ്യലാണ് ജോലി, തുണി നെയ്യല്. നല്ല നെയ്ത്തുകാരനാ. മദീനയിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ പറ്റിയ ഒരു നെയ്ത്തുകാരനില്ല. ഒരു ദിവസം ഒരാൾ ആവശ്യപ്പെട്ടു, സഹോദര എനിക്ക് ഇന്ന നിലയ്ക്ക് ഒരു വിരിപ്പ് നെയ്ത് തരണം. ഓ, അത് ഇത്രാം തീയതി തരണം. ഓക്കെ. കറക്റ്റ് ടൈമിന് വിരിപ്പ് കൊണ്ടെന്ന് വെച്ചു കൊടുത്തു. വാങ്ങാൻ വന്നയാളിങ്ങനെ വിടർത്തിയിട്ട്, എടോ അതെ ഇവിടെ ഇങ്ങനെ ചെയ്യാതെ ഇതിങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടിയേനെ? സമയലാഭം, സാമ്പത്തിക ലാഭം പോരാതെ ഭംഗി കൂടുതൽ. അത്താർ റളിയല്ലാഹു അൻഹു ഒന്ന് കിടുങ്ങി. മറുഭാഗം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ദേ ഇവിടെ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാതെ ഇതിങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ ലാഭം കിട്ടിയേനെ? കാശ് ലാഭം, സമയലാഭം, ഭംഗി ലാഭം എല്ലാം കിട്ടിയേനെ. പൊട്ടിയൊക്കെ കരഞ്ഞു. അത്താർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞപ്പോൾ വിരിപ്പ് വാങ്ങാൻ വന്ന ആള് പറഞ്ഞു, കരയണ്ട, ഞാനിത് വാങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ബോധ്യപ്പെട്ട ഒരു ന്യൂനത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാ. ഇതാ ഞാൻ പറഞ്ഞ പണം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചോ, എനിക്ക് വിരിപ്പ് തന്നേരെ, കരച്ചിൽ നിർത്തണേ. അത്താർ റളിയല്ലാഹു തആല പറഞ്ഞു, സഹോദരാ, നിങ്ങൾ വാങ്ങാത്തത് കൊണ്ടോ വാങ്ങാതിരിക്കുന്നത് കൊണ്ടോ ഇതൊന്നുമല്ല എനിക്ക് പ്രശ്നമായത്. ഞാൻ വലിയ നെയ്ത്തുകാരനാണെന്നാ ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ നെയ്ത്തിനെ പറ്റി അറിയുന്ന നിങ്ങളുടെ മുന്നിൽ എന്റെ സാധനം എത്തിയപ്പോൾ, എന്റെ സാധനത്തിന്റെ ന്യൂനത നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി ഇല്ലാതായി പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, റബ്ബേ, ഞാൻ എത്രയോ ഇബാദത്തുകൾ ചെയ്യുന്നു തമ്പുരാനെ, അതെല്ലാം ശരിയാണെന്നുള്ള നിലക്കാ ഞാൻ ചെയ്യുന്നത്. നാളെ നിന്റെ കോടതിയിലേക്ക് എന്റെ നന്മകൾ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ സർവ്വ ന്യൂനതകളെയും അറിയുന്ന രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, നീ എന്റെ ന്യൂനതകൾ എടുത്തു പറയുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും തമ്പുരാനെ? ചിന്തിച്ചു പോയപ്പോൾ പൊട്ടിപ്പോയതാണ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു നബീന റസൂലുള്ളാഹി. കോടതിയിലേക്ക് അങ്ങ് ചെല്ലണതിന് മുമ്പ് സ്വയം ഒന്ന് വിചാരണ നടത്ത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കേസിന് വേണ്ടി ഒരു വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ അത് ജയിക്കാൻ പറ്റിയ സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ കാശ് കൊടുക്കുള്ളൂ. നമ്മൾ നാളെ നേരെ മഹ്ശറിലേക്ക് എന്നിട്ടൊക്കെ ജയിക്കാതെ ധരിക്കല്ലേ, ഞാൻ ഇന്നത് ചെയ്തല്ലോ അല്ലാ, ആ ചെയ്തതിന് നിന്റെ അടുക്കൽ എനിക്ക് രക്ഷയുണ്ടോ അല്ലാ. അതാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. പുതിയ വണ്ടി മേടിച്ചോണ്ട് വെഹിക്കിളിൻ്റെ അടുത്തേക്കും ആർടിഒയുടെ അടുത്തേക്കും ലൈസൻസ് എടുക്കാൻ വേണ്ടി ചെല്ലൂല ആരും. വണ്ടി എടുത്തിട്ട് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം ഈ കമ്പികളൊക്കെ ഇടിച്ച് താഴെ ഇടണം. കുറേ എസ് ഒക്കെ എടുക്കണ്ട, എച്ച് ഒക്കെ എടുക്കണം. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ എടുത്ത് കുറേ കമ്പികളൊക്കെ മറിച്ചിട്ട് കുറേ ശീലിച്ചതിൻ്റെ ശേഷമാണ് വെഹിക്കിളിൻ്റെ മുമ്പിലേക്ക് ഇല്ല, അല്ലെങ്കിൽ ആർടിഒയുടെ മുമ്പിലേക്ക് ഇല്ല. അങ്ങനെയല്ലേ? ഹാസിബു ഖബ്ല അൻ തുഹാസബു. അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വിചാരണ ചെയ്യുന്നു. എന്താടോ നീ ഇതിനൊന്നും തയ്യാറാകാത്ത, നിന്നെ അങ്ങോട്ട് കൊണ്ടു ഹാജരാക്കൂല എന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്ക്. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന.
അതാരാ അതവിടെ പറപ്പിക്കണേ? ആ കൊച്ചിനെ പിടിച്ച് കൊട്ടക്കെട്ടിയിലിട്ട് അല്ലെങ്കിൽ വല്ല പിടിച്ച് തൂണെ കെട്ടിയിട്ട് പോകാൻ നേരത്തെ അഴിച്ചുകൊണ്ട് പോവാ. മക്കളെയൊക്കെ എന്നെടുത്തൊന്ന് ഒന്ന് ഒതുക്കി നിർത്ത്. നിങ്ങൾ എന്തിനു വന്നതാ? അത് ആഘോഷത്തിന് വന്നതാ. ഇത് തന്നെ കശാപ്പ് ശാലയെ കെട്ടിയ കാളയുടെ അവസ്ഥ. അതിനിപ്പോൾ എന്തെന്നാ? മറ്റേതിനെ അർത്ഥമെങ്കിൽ അതിനർത്ഥോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തിന്നണം, എനിക്ക് വെളിക്കിറങ്ങണം, എനിക്ക് സൂഹിക്കണം. അപ്പോൾ കന്നാലിയുടെ കൂട്ട് തന്നെയായി. അങ്ങനെ ആവല്ലേ? പ്രശ്നോനോർത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങളുടെ ജീവിതശൈലി മാറ്റാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തൽ എൻ്റെ അജണ്ടയിലില്ല. നേർക്ക് നേരെ ഗൗരവത്തിൻ്റെ താക്കീതാ അത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. വ്യക്തി ജീവിതം നന്നാവണം, അപ്പോഴേ സാമൂഹ്യം നന്നാവുള്ളൂ, അപ്പോഴേ കുടുംബം നന്നാവുള്ളൂ. നമ്മൾ ഓരോരുത്തരും നന്നാവാൻ തയ്യാറാവണം. ഇന്ന് മുതൽ അല്ലാഹുവേ നിനക്കും റസൂലുള്ളാഹിക്കും പൊരുത്തമില്ലാത്ത ഒരു വാക്ക് ഉണ്ടാവില്ല, ഒരു നീക്കം ഉണ്ടാവില്ല, ഒരു ചലനം ഉണ്ടാവില്ല, ഒരു നിശ്ചലത ഉണ്ടാവില്ല. തീരുമാനം എടുക്കണം. പരിപൂർണമായിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അപ്പൊ അല്ലാഹു തആല ആ വാക്കും വയ്യതക്കും ബിനസ്രിഹി ഖുർആൻ പറയാണ്. മുൻഗാമികൾ വല്ലാതെ ഭയപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ സംരക്ഷണം അല്ലാഹു അങ്ങ് ഏറ്റെടുത്തു. അവർക്ക് അങ്ങ് ശക്തി കൊടുത്തു. മലക്കുകളെ ഇറക്കി, ഇല്ലേ? രക്ഷപ്പെടുത്തിയില്ലേ? ആ മലക്കുകളെ ഇറക്കാൻ ഇന്നും അല്ലാഹുക്ക് കഴിവുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി റസൂലുള്ളാഹിനെ കശാപ്പ് ചെയ്യാൻ വന്ന ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ ധിക്കാരി, ഏറ്റവും വലിയ ശൂരൻ, ഏറ്റവും വലിയ ധീരൻ, തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വാള് താഴെ വീണു. തങ്ങളെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ 1-ാം നമ്പർ സംരക്ഷകനായി. ആരായി ചെയ്യിപ്പിച്ചത്? അവന്റെ പേരാണ് അല്ലാഹ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ വേണ്ട, നിങ്ങളൊക്കെ അവിടെ നാട് വിട്ടോ എന്ന് പറയുന്ന ഭരണാധികാരികളെ കൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന വിഭാഗത്തിനെ കൊണ്ട് നാളെ തിരിച്ചു പറയിപ്പിക്കും അല്ലാഹു തആല. ഇനി നമ്മൾ ആ ശൈലിയിലേക്ക് മാറണം. ആ ശൈലിയിലേക്ക് മാറുന്നതിൻ്റെ സൂചനകളായി തന്നെ ശ്രദ്ധിച്ചോ. എന്തിനാ നീ ചെയ്യുന്ന തെറ്റുകൾ നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? നാളെ നിന്നെ ജീവിപ്പിക്കില്ല എന്നാണ് ധരിച്ചിരിക്കുന്നത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിട്ട് ദ്രവിച്ചു പോയാൽ ജീവിക്കില്ല, ഉണ്ടാവില്ല എന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ, എടാ നിന്റെ ഈ വിരൽ കൊടികളെ അല്ലാഹു തആല രണ്ടാമത് സൃഷ്ടിക്കും. തലച്ചോറുണ്ടാക്കുന്നല്ല പറഞ്ഞ്, ഹാർട്ട് ഉണ്ടാക്കുന്നല്ല പറഞ്ഞ്, വൃക്ക ഉണ്ടാക്കുന്നല്ല പറഞ്ഞ്, ബ്ലഡും ഞരമ്പുകളും ഉണ്ടാക്കുന്നല്ല പറഞ്ഞ്, കരളുണ്ടാക്കുന്നല്ല പറഞ്ഞ്, നിന്റെ വിരൽ കൊടി അല്ലാഹു തആല രണ്ടാമത് സൃഷ്ടിക്കും. ഇവിടെ ഖുർആൻ കൊടുത്തത് മാത്രമേ ഉള്ളൂ പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഈ രാജ്യത്ത് വയ്ക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള കാരണം. നീ ഇവിടെ നിന്നാൽ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം ഇവിടെ ഉണ്ടാവില്ല. നിന്നെ ഇവിടുന്ന് മാറ്റൽ ഒന്നാമത്തെ അജണ്ടയാ. നിന്റെ വിരൽക്കൊടി സൃഷ്ടിക്കും. എന്തേ ഈ വിരൽക്കൊടി? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് മനുഷ്യന്മാർ വിലപിടിപ്പുള്ള സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ വാങ്ങിയ ആളുടെ വിരല് മഷിയിൽ മുക്കും. എന്നിട്ട് വാങ്ങിച്ച ആളുടെ പേപ്പറിനകത്ത് ഇങ്ങനെ ഒട്ടിക്കും. വാങ്ങിച്ച ആളുടെ വിരലക്കൊടി മഷിയിൽ മുക്കി വിറ്റയാളുടെ പേപ്പറിനകത്ത് ഒട്ടിക്കും. ഇതൊരു ആധികാരിക രേഖയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാണോ ഈ തെളിവ് ഇവിടെ കൊടുത്തത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇന്ന് ഏത് കുറ്റകൃത്യങ്ങളും തെളിയിക്കുന്നത് വിരലടയാളം കൊണ്ടാണ്. എവിടെന്നാണോ ഇത് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. കോടാനുകോടി മനുഷ്യന്മാരെ അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചെങ്കിൽ ബാവാ മുസ്ലിയാരെ പോലെ മുഖമുള്ളവർ പലരും ഉണ്ടാകും, പല ഭാഗത്തും ഉണ്ടാകും. ബാവാ മുസ്ലിയാരെ പോലെ ശബ്ദമുള്ളവർ പലരും ഉണ്ടാവും, എന്നെ പോലെ രൂപഘടനയുള്ളവർ പലരും ഉണ്ടാകും. പക്ഷേ കോടാനകോടി മനുഷ്യരുടെ വിരലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബാവാ മുസ്ലിയാരുടെ വിരൽ കൊടിയിലുള്ളതായ വരകളും കുറികളും ലോകത്തോരൊറ്റ മനുഷ്യനും ഉണ്ടാവുകയില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير.
അള്ളാന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കട പടപ്പുകളെ. ഇങ്ങനെ ഒരു സൃഷ്ടാവ് ലോകത്തില്ല. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വിരലിന്റെ അടയാളത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഒരാളുടേതുപോലെ ലോകത്ത് വേറൊരാളുടെ ഉണ്ടാവില്ല. മുഖത്തെ ഇറച്ചി മാറ്റിയാൽ, തൊലി മാറ്റിയാൽ വേറെ തൊലി വരുന്നത് വേറെ ശൈലിയിലായിരിക്കും. ശരീരത്തിന്റെ ഏത് ഭാഗം ചെത്തിയാലും പിന്നീട് വരുന്നിടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ചെത്തിയാൽ ഒരു നിലയ്ക്കും മാറ്റം വരില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നീ ഒന്ന് നോക്കടാവുവേൻ. നീ ധാരാളം ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി നോക്കടാവുവേൻ. വല്ല ന്യൂനതയും നിനക്ക് കണ്ടെത്താൻ കഴിയോ? ഒന്ന് നോക്ക്. എൻ്റെ മുസ്ലിയാരെ, ഈ കണ്ണ് രണ്ടും മുമ്പിലായതുകൊണ്ടല്ലേ പുറകിൽ നിന്ന് വെട്ടു വരുമ്പോൾ നമ്മൾ അറിയാത്തത് ഇതൊരു ന്യൂനതയല്ലേ? രണ്ട് ചൂണ്ടുവരലാണ് കണ്ണു വെച്ചതെങ്കിൽ ഒന്ന് ഇങ്ങനെ പിടിക്കാം, ഒന്ന് ഇങ്ങനെ പിടിക്കാം. അപ്പൊ ശത്രു പുറകിൽ നിന്ന് വരുന്ന കാണാമായിരുന്നല്ലോ. ഇത് അള്ളാഹുവിന് പറ്റിയ വീഴ്ചയല്ലേ മുസ്ലിയാരെ? രണ്ട് ചൂണ്ടുവരലയിൽ കണ്ണു വയ്ക്കുക. അങ്ങനെ ചൂണ്ടുവരലയിൽ കണ്ണുമായിട്ട് മുസ്ലിയാർ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി. അങ്ങനെ ഇവിടെ പാണത്തൂർ വന്നു. നമ്മുടെ ഹനീഫ സാഹിബ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ നല്ല 1-ാം നമ്പർ പത്തിരിയും കാര്യങ്ങളൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. മുസ്ലിയാർ പത്തിരി എടുത്തങ്ങിട്ടു. ഹനീഫ സാഹിബ് ചാരം കൂടെ ഒഴിച്ചു. കഴിക്കാൻ വേണ്ടി മുസ്ലിയാർ പത്തിരി കുഴച്ചുമ്പോൾ അതേ കണ്ണി കൂട്ടാൻ ചാറി. കണ്ണുവിടെയാ, ഒരു കണ്ണുവിടെയാ, നടക്കൂലടാ. എല്ലാ കിളികളുടെയും മുട്ടിന്റെ ഭാഗത്തേക്ക് രോമമില്ല. ഇതൊരു ന്യൂനതയാ മുസ്ലിയാരെ. ഒരൊറ്റ കിളിയും ഈ ലോകത്ത് പറക്കൂല. ഒരു വെള്ളത്തിലോ ചെളിയിലോ പോയി ഒരു കിളി ഇരുന്നാൽ അത് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പറക്കാൻ പറ്റൂല. കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് തൂവലുണ്ടെങ്കിൽ ഒരു ന്യൂനതയും ഒന്നിലും കാണാൻ പറ്റൂല. എനിക്ക് ഹജ്ജ് സർവീസ് ഉള്ള ആളാ. സ്വകാര്യ ഹജ്ജ് സർവീസൊക്കെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെയും കോട്ട വിട്ടിട്ടില്ല. വലിയ ബുദ്ധിമുട്ടുകളിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഹാജിമാരെ കൊണ്ടുപോയി ഒരു ദിവസം അറമിയിൽ നിന്ന് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മാന്തണ മിഷ്യൻ വിൽക്കുകയാണ്. മാന്തണ മിഷ്യൻ 10 റിയാൽ. പടച്ചോനോർത്ത് ഗൾഫുകാരുടെ അടുത്ത് നിങ്ങൾ പിരിക്കാൻ ചെല്ലുമ്പോൾ ഒരു കരുണ കാണിക്കണമെന്ന് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇവിടെ അങ്ങനെ വിരിവില്ല പറയാണ്. സാധാരണ ഗൾഫിൽ നിന്നൊരു പാവപ്പെട്ടവനും കൂടെ വന്നാൽ അപ്പം ചെല്ലും. അമ്പലക്കാരെയെല്ലും ചർച്ചുകാരെയെല്ലും രാഷ്ട്രീയക്കാരെയെല്ലും പള്ളിക്കാരെയെല്ലും പാവപ്പെട്ടവൻ അവിടെ ജീവിക്കുന്ന ജീവിതം. ഞാൻ പറയാം, ഗൾഫുകാരനോട് 1 രൂപ മേടിക്കുമ്പോൾ നാട്ടിലുള്ളവനോട് 100 രൂപ മേടിക്കാം. കാരണം ഗൾഫുകാരൻ്റെ ജീവിതം നിങ്ങൾ എത്ര സുഖമെന്ന് പറഞ്ഞാലും ദുരിതത്തിൽ തന്നെയാണ്. അവൻ എ സിയിലെ മുസ്ലിയാരെ, അവിടെ ഒരു കുഴപ്പമില്ല. ബാപ്പായും ഉമ്മായും മക്കളും ഭാര്യയൊക്കെ എവിടെയാണ്? ഇതിൽ വലിയൊരു അസ്വസ്ഥത ഒരു മനുഷ്യന് വരാനുണ്ടോ? അതൊക്കെ സഹിച്ചല്ലേ ദൈനംദിനം ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടു പോണേ. കിട്ടിയ പൈസ സൊസൈറ്റിയിൽ അടയ്ക്കാനേ ഉള്ളൂ. ഭാര്യയ്ക്ക് വസ്ത്രം മേടിക്കാൻ, ഉമ്മാക്ക് കഞ്ഞി കുടിക്കാൻ. മാന്തണ മിഷ്യൻ 10 റിയാൽ കൊടുത്താൽ 10 എണ്ണം കിട്ടും. കഴബയുടെ മുമ്പിൽ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിറങ്ങി ഹാജിമാർക്ക് 1 എണ്ണം 10 റിയാൽ. അങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് ഒന്ന് പിടിച്ചെടുത്തോണ്ട് പോണേ. എൻ്റെ കൂടെ വന്നവർ ഹാജി 10 റിയാൽ കൊടുത്തിട്ട് 1 എണ്ണം മേടിച്ചു. ഞാനും ഹാജിയൊരു ഒരു മുറിയിലാണ് കിടക്കണേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹാജിയൊരു കട്ടിലേ കയറി ഇരുന്ന് ഷർട്ടൊക്കെ ഊരി ഈ മെഷീൻ ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പം ഞാൻ മുമ്പിലത്തെ കട്ടിലയിലിരിക്കുകയാണ്. ഇങ്ങനെ മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ നേരെ നോക്കും ഈ പുള്ളി. വീണ്ടും മെഷീൻ വയ്ക്കും എന്ന് പറയും. ഞാൻ ചോദിച്ചു, എന്തേ ആചാര്യ നേരെ നോക്കണേ? എന്താ? വാ ഉസ്താദേ, 10 റിയാൽ കൊടുത്തത് പോയി. അതിൻ്റെ മാന്തണില്ലേ? മാന്തണമൊക്കെ ഉണ്ട്. പിന്നെ എന്തേ? നഖവും കൊണ്ട് മാന്തണ സുഖം കിട്ടുന്നില്ല. ശരീരത്തിൽ എവിടെ ചൊറിഞ്ഞാലും ഈ ചരക കൊണ്ട് മാന്തുന്ന സുഖം ഏതുകൊണ്ട് മാന്തിയാലും കിട്ടൂല. ഒന്ന് നോക്കടോ, വല്ല ന്യൂനതയുണ്ടോന്ന്. അള്ളാന്റെ സൃഷ്ടിപ്പിന്റെ അപാരമാകുന്ന മഹത്വങ്ങൾ മനസ്സിലാക്ക്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആന അല്ലേ? ആന ഏറ്റവും വലിയ ജീവിയാണ്. അരിക്കൊമ്പനായാലും വേണ്ടില്ല, ചക്കക്കൊമ്പനായാലും വേണ്ടില്ല, ഏറ്റവും വലിയ ജീവി ആനയാണ്. ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജീവിയാ കൊതുക്. കൊതുകിനും തുമ്പിക്കൈ. ആന വെള്ളം കുടിക്കുന്ന തുമ്പിക്കൈയുണ്ട്. കൊതുക് രക്തം വലിച്ചു കൊടുക്കണം തുമ്പിക്കൈയുണ്ട്. ആന ചെവി ഇങ്ങനെ ആട്ടും കണ്ണിന്റെ ഭാഗത്തേക്ക്. കൊതുകിതാ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ 2 കോല് പോലുള്ള സാധനം വെച്ചിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാൻ. എപ്പോഴും ഉരുട്ടലാണ്. ആനയ്ക്ക് 4 കാല്, കൊതുകിന് 4 കാല്. ആനയ്ക്ക് 1 വാല്, കൊതുകിന് 1 വാല്.
ആനക്ക് 2 കണ്ണ്, കൊതുകിന് 2 കണ്ണ്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നാളെ നിന്നെ ഹാജരാക്കൂടാ, നിന്റെ വിരൽക്കൊടി അല്ലാഹു തആല സൃഷ്ടിക്കും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയണോ? എല്ലാം ഖുർആനിൽ നിന്ന് പോയതേ ഉള്ളൂ. പൊന്നു പടപ്പുകളെ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് ഖുർആനിൽ നിന്ന് കിട്ടിയിട്ടാ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. അയാളെ അത്ഭുതപ്പെടുത്തിയത് ഭൂമിയിൽ 2 ഉദയം 2 അസ്തമയം. അയാൾ നോക്കുമ്പോൾ സൂര്യൻ ഒന്ന് ഉദിക്കുന്നു അസ്തമിക്കുന്നു, ചന്ദ്രൻ ഒന്ന് ഉദിക്കുന്നു അസ്തമിക്കുന്നു, 2 ഇല്ല. അയാൾ പായ്ക്കപ്പൽ വലിച്ചു കെട്ടി മാസങ്ങളോളം കടലിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ മറുകരയാകുന്ന അമേരിക്കയിൽ ചെന്നിറങ്ങിയപ്പോൾ ഖുർആൻ വിളിച്ചു പറയുന്ന സത്യം അയാൾക്ക് ബോധ്യപ്പെട്ടു. സൂര്യൻ ഇവിടെ ഉദിക്കുമ്പോൾ അതേ സൂര്യൻ അവിടെ അസ്തമിക്കുകയാണ്. ചന്ദ്രൻ ഇവിടെ അസ്തമിക്കുമ്പോൾ അതേ ചന്ദ്രൻ അവിടെ ഉദിക്കുകയാണ്. റബ്ബുൽ മശ്രിഖൈൻ വ റബ്ബുൽ മഗ്രിബൈൻ. പോട്ടെ, നമ്മുടെ വിഷയം ഇതല്ല. ഞാൻ എന്താ പറഞ്ഞു വന്നത്? സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുന്ന ശരീരം നമുക്കില്ലാത്തത് എന്തുകൊണ്ടാ? ഈ മഹ്ശറിനെ പറ്റി രണ്ടാമത് പുനർജീവിപ്പിക്കുമെന്നുള്ളതിനെ പറ്റി ചിന്തയില്ലാത്തതുകൊണ്ടിട്ടാണ്. അതുകൊണ്ട് ജനങ്ങളെ, നന്മകൾ എത്ര കൂടുതലുണ്ട്. പലർക്കൊക്കെ ഇപ്പം അങ്ങനെ ധാരണ, ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ശൈലി തന്നെ വരല്ലേ? ധാരാളം ചെയ്തു എന്നുള്ള ശൈലി തന്നെ വരല്ലേ? എപ്പോഴും നമുക്ക് ഹൗഫും റജാവും ഉണ്ടാവണം. ഒരു കിളിക്ക് പറക്കാൻ 2 ചിറക്, വലത്തെ ചിറക് ഇടത്തെ ചിറക്. ഒരു മൂമിനിന് മുന്നോട്ട് പോകാൻ വലത്തെ ചിറക് ഇടത്തെ ചിറക്, ഹൗഫ് റജാ. പഠിച്ചവനെ ഞാൻ നിസ്കരിച്ചു, അല്ലാഹ് എൻ്റെ നിസ്കാരം മഹാമാരുടെ നിസ്കാരത്തിനോട് ഇണങ്ങുന്ന നിസ്കാരമാണ് റബ്ബേ, പേടി ഉണ്ടോ? നിസ്കരിച്ചു, പക്ഷെ പേടി. ഇത് പൊളിക്കണം നമ്മൾ. ഞാൻ എല്ലാം ചെയ്തു, എല്ലാം അറിയാന്നുള്ള ശൈലി പൊളിക്കണം. അത് പൊളിയാൻ എന്ത് ചെയ്യണമെന്നറിയോ? മുകളിലുള്ളവരേക്ക് നോക്കാൻ, മുകളിലേക്ക് നോക്കാൻ. നിസ്കരിച്ചിറങ്ങുന്നയാൾ ഓ ഞാനെല്ലാം നിസ്കരിച്ചയാളാ അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളിലേക്ക് നോക്കണം. ഓ പഠിച്ചവനെ, അയാൾ എന്നെ പോലെയല്ല അടിമയാണല്ലോ അല്ലാഹ്. അയാൾ തപ്പിത്തടഞ്ഞ് ഓതുന്നുണ്ട്, എനിക്കൊരക്ഷരം പോലും പറയാൻ അറിയില്ല. അല്ലാഹുവേ, അവനെയും എന്നെയും നിന്റെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഞാൻ എത്രയോ താഴെയാണ് റബ്ബേ. കണ്ട, കിബിർ പൊട്ടി. തപ്പിത്തടഞ്ഞ് ഓതുന്നയാള് നിസ്കരിച്ചു പോണ ആളിലേക്കല്ല നോക്കണ്ടേ, വ്യക്തമായി ഓതുന്ന ആളിലേക്ക് നോക്കണം. ഓ പഠിച്ചവനെ, അയാൾ എത്ര വ്യക്തമായിട്ട് ഓതുന്നു റബ്ബേ, എനിക്കൊരു ആയത്ത് പോലും ശരിയായിട്ട് ഓതാൻ അറിയില്ലല്ലോ അല്ലാഹ്. എന്നെയും അടിമയെയും നിന്റെ കോടതിയിൽ എത്തിക്കുമ്പോൾ അവൻ എത്ര ഉയരത്തിലാ, ഞാൻ എത്ര താഴ്ചയിലാ റബ്ബേ. കിബിർ പൊളിഞ്ഞു. ഉണ്ടാ, നന്നായി ഓതുന്നയാള് വിക്കി ഓതുന്ന ആളിലേക്കല്ല നോക്കണ്ടേ, പിന്നെ പൊട്ടിക്കരഞ്ഞ് സുജൂദിലേക്ക് വീഴുന്ന ആളിലേക്ക് നോക്കണം. അല്ലോ, ആ മനുഷ്യൻ ഓതിയപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ ഇതാ സുജൂദിൽ കിടക്കുന്നു. അല്ലാഹുവേ, ഞാൻ ഓതുക മാത്രമാണല്ലോ ചെയ്യുന്നത്, ഒരായത്തിന്റെ അർത്ഥം എനിക്ക് അറിയില്ലല്ലോ റബ്ബേ. ഈ സുജൂദിൽ കിടക്കുന്നവനെയും എന്നെയും നിന്റെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഞാൻ എത്ര താഴെയാണല്ലാ. കിബർ പൊളിഞ്ഞു, കിബർ. അങ്ങനെയാണോ ബാബ മുസ്ലിയാരുടെ ശൈലി? അതെയോ? പർദ്ദ ഇട്ടേക്കണോള് നോക്കണ്ട് സാരി ഉടുത്തേക്കണോളിലേക്കല്ല. പർദ്ദ ഇട്ടേക്കണോള് നോക്കുന്നത് മുഖം മറച്ചവളിലേക്ക് നോക്കണം, താഴത്തേക്കല്ല നോക്കണ്ടേ. ഫന്ദുറിലാമായിലാമെങ്കിൽ മുകളിലേക്ക് നോക്കണം. അപ്പൊ കിബിർ പൊളി. ഈ നിലയ്ക്ക് അഹങ്കാരത്തിനെ പൊളിച്ച, കാരണം നമ്മുടെ ഇബാദത്തൊന്നും അങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നത് ആയിക്കൊള്ളുന്നില്ലേ. അലിയാരി അങ്ങടെ ശരീരത്തിൽ അമ്പ് കൊണ്ടിട്ട് ആ അമ്പ് ഊരിയെടുക്കാൻ എത്ര പാടുപെട്ടു അനുയായികള്. ഉണ്ടായ ചരിത്രമല്ലേ. ചെന്ന് തൊടുമ്പോ കിടന്ന് പിടക്കുകയാണ്. അപ്പൊ ഇവർ തീരുമാനം എടുത്തു, നിസ്കരിക്കാൻ കൈ കെട്ടട്ടെ, അപ്പൊ അമ്മക്ക് ഊരാം. കൈ അങ്ങോട്ട് കെട്ടി അമ്പ് ഇളക്കി ഊരിങ്ങെടുത്തു. അറിഞ്ഞില്ല. ഞാനും നിസ്കരിക്കണില്ലേ, ബാവാംശിലാൻ നിസ്കരിക്കണില്ലേ? നിസ്കാരത്തിൽ എൻ്റെ കയ്യേലൊരു കൊതുക് വന്നിരുന്നാൽ ജീവനോടെ ആ കൊതുക് പോവോ? നിങ്ങൾ പറ. എൻ്റെ നിസ്കാരം എവിടെ? അലിയാരി ഞങ്ങളുടെ നിസ്കാരം എവിടെ? ആ നിലയ്ക്ക് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അറിയാതെ അസ്തഗ്ഫിറുല്ലാഹ് വരൂലേ ജനങ്ങളെ? അപ്പൊ നമ്മുടെ ഇബാദത്തിന്റെ പേരിൽ നമ്മൾ സമാധാനിക്കരുത്, അഹങ്കരിക്കരുത്. എപ്പോഴും ഇത് വേണം. ഏത് പഠിച്ചവനെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ നിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ അല്ലാഹ്? ഹൗഫ്. അതിനോടൊപ്പം തന്നെ അടുത്ത വശത്ത് അല്ലാഹ്, ഞാൻ വലിയ തെമ്മാടിയൊന്നും അല്ലല്ലോ പഠിച്ചവനെ, വലിയ അക്കാദമിയൊന്നും അല്ലല്ലോ അല്ലാഹ്, ഞാനൊരു ശിർക്കൊന്നും ചെയ്തില്ലല്ലോ റബ്ബേ, നീ എന്നെ കത്തിക്കൂല അല്ലാഹ്. അതാണ് റജാ, പ്രതീക്ഷ. പേടി, പ്രതീക്ഷ, ഇത് രണ്ടും വേണം.
ഈ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നന്മകൾ കൂടുക. ഈ ചെയ്തേക്കണ നന്മകളെല്ലാം പടച്ചോമ്പരാൻ്റെ അടുക്കൽ നമുക്ക് നാളെ ചെല്ലുമ്പോൾ കിട്ടുമെന്നുള്ളു നോക്കുമ്പോൾ നമ്മളിത് ചെയ്തവർ തന്നെ മനഃപൂർവ്വം തട്ടിക്കളയുകയാണ്. അത് വേറെ ശൈലി. നമ്മളെല്ലാം ചെയ്തു, എന്നിട്ട് നമ്മൾ മനുഷ്യരിലേക്ക് ചെല്ലുക. അൽഹംദുലില്ലാ, ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പെടുത്തു, ഞാൻ ലൈലത്തുൽ ഖദ്ർ കണ്ടു, 17 രാവ് നടത്തി, എല്ലാം ചെയ്തു. പടച്ചവനെ, നിന്റെ അടുക്കലേക്ക് നന്മ ഇതാ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ഇതാ വരുന്നു റബ്ബേ. പടച്ചോന്റെ കോടതിയിലേക്കൊക്കെ ചെല്ലുമ്പോ പൊന്നാർ നബി തങ്ങൾ പറയാ, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമ. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ വിഷയത്തിന്റെ കാതലിതാ. നാളെ മത്സരയിൽ പരാജയപ്പെട്ട കുറെ പടപ്പുകൾ വരുന്നതാണ്. പരാജിതർ കാശില്ലാത്തവരല്ല, ലോട്ടറി അടിക്കാത്തവരല്ല, സമ്പത്തില്ലാത്തവരല്ല, ഇബാദത്തിന്റെ കൂമ്പാരമുള്ളവരാ. തങ്ങൾ പറയാണ് ചുമ്മാ വരുമല്ല, എല്ലാ നിസ്കാരം നിസ്കരിച്ചിട്ടാ വന്നെ, എല്ലാ നോമ്പും എടുത്തവരാ വന്നെ, സക്കാത്ത് ഹജ്ജൊക്കെ ചെയ്തവരാ വന്നത്. തങ്ങൾ പറയുന്നു, ഇങ്ങനെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി റബ്ബിന്റെ കോടതിയിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോ ഇവിടുന്ന് വരികയാണ് പ്രതിഫലം വാങ്ങാനുള്ള ആളുകൾ. തങ്ങൾ പറയുന്നു, മറുഭാഗത്തുനിന്ന് ഒരു കൂട്ടം വരികയാണ്. ഇവർ വന്നിട്ട് ഒന്നാമത്തെ ആള് പറയുന്നു, യാ റബ്ബി ഖദ് ശത്തമഹാദാ, പഠിച്ചവനെ, നിന്റെ അടുത്ത് കൂലി മേടിക്കാൻ വന്നിരിക്കുന്ന ഈ പടപ്പുണ്ടല്ലോ, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ശ്രദ്ധിച്ചോളൂട്ടോ, പടപ്പുകളെ വേദനിപ്പിച്ച പടച്ചോ നിങ്ങളെ രക്ഷപ്പെടുത്തൂല. ജനാസ ഇങ്ങനെ കൊണ്ടുപോകണുണ്ടെങ്കിൽ ഇപ്പൊ സഹാബാക്കൾ എന്ത് പറഞ്ഞു? ഓ പടച്ചവനെ, എന്തോരം നല്ല മനുഷ്യനാണ്, നീ നാടിന്റെ വിളക്കാറുന്നല്ലോ അല്ലാ. തങ്ങൾ പറഞ്ഞു, വജബത്ത്. വേറെ ഒരു ദിവസം ഒരു ജനാസ കൊണ്ടുപോകണം. ഓ അമ്മോ, ഈ നാടിന് എന്തോ ഒരു ഇടങ്ങേറുണ്ടാക്കിയ പടപ്പാ പടച്ചവനെ. തങ്ങൾ പറഞ്ഞു, വജബത്ത്. അപ്പൊ സഹാബാക്കളോട് ഇതാ ഇതിന്റെ കാതലായ പോയിന്റ്. ഇതാ, മനുഷ്യനെ വേദനിപ്പിക്കുകയും ഇടങ്ങേറാക്കുകയും ചെയ്താ നീ ഒരു കോടതിയിലും രക്ഷപ്പെടൂല. ശ്രദ്ധിച്ചോ സഹോദരിമാരെ, ശ്രദ്ധിച്ചോ. വാരിക്കൂട്ടി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ചൈതന്യം നഷ്ടപ്പെടുത്തരുത്. പോയിന്റതാ, ശ്രദ്ധിച്ചോ. ഈ സഹാബാക്കൾ ഇടപെട്ട് നബി ഒരു നല്ല ആളെ കൊണ്ടായപ്പോ തങ്ങൾ പറഞ്ഞു വജബത്ത്. ചീത്ത ആളുടെ കാര്യത്തിൽ തങ്ങൾ എന്താ അങ്ങനത്തെ പറയാൻ കാരണം? അന്തും ശുഹദാ, നിങ്ങൾ നല്ലതാന്ന് പറയുന്ന ആള് അള്ളാന്റെ അടുക്കൽ നല്ലതാണ്, നിങ്ങൾ ചീത്തയാന്ന് പറഞ്ഞ ആള് അള്ളാന്റെ അടുക്കൽ ചീത്തയാണ്, നിങ്ങൾ അതിന് സാക്ഷികളാണെന്ന് നബീന റസൂലുള്ളാഹി. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗകൂലി എന്ന് തങ്ങൾ പറഞ്ഞില്ലേ ഒരിക്കൽ? ഹജ്ജും മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗകൂലി. തങ്ങളോട് ചോദിച്ചു, കയ്യിലെ ഒമാ ബിറു യാ റസൂലല്ലാഹ്, എന്താണ് നബി ഹജ്ജിന്റെ മബ്റൂർ? ചോദ്യം. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് തങ്ങൾ പിന്നെ കഅബയുടെ മുമ്പിൽ നിസ്കരിക്കണമെന്നായിരിക്കും പറയണേ, അല്ലെങ്കിൽ ഓരോ ദിവസം കത്തോതനായിരിക്കും പറയണേ, അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവരായിരിക്കും പറയണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതൊന്നുമല്ല. തങ്ങൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? തീബുൽ കലാം വഇത്ആമു തആം നബീന റസൂലുള്ളാഹി. ഹജ്ജിന്റെ മബ്റൂർ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് നല്ല വാക്ക് പറയാ. കണ്ടോ, ലക്ഷക്കണക്കിന് പടപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കൂടിയിരിക്കുക. നല്ല പുളിച്ച തെറി പറയേണ്ട സാഹചര്യങ്ങൾ വരും, നല്ല വാക്ക് പറയാ. തീബുൽ കലാം വഇത്ആമു തആം. നിനക്ക് വിശപ്പുണ്ട്, അതിനോടൊപ്പം തന്നെ നിന്റെ വിശപ്പടക്കാനുള്ള ഭക്ഷണം വിശന്ന് വരുന്ന സഹോദരന് സഹോദരിക്ക് നീ കൊടുക്കാൻ തയ്യാറാവുക. ഇവിടെ എല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ വരുന്നത് കണ്ടോ. ദേ മനുഷ്യരിൽ വന്നു ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ, അല്ലാ ഇവനെന്നെ ചീത്ത പറഞ്ഞു റബ്ബേ, തിരിച്ച് ചീത്ത പറയാൻ എനിക്ക് കഴിവുണ്ടായി, കേൾപ്പുണ്ടായി, ഞാൻ തിരിച്ചു പറഞ്ഞില്ല തമ്പുരാന്. പടച്ച തമ്പുരാനോട് ഈ പരാതിക്കാരൻ ഇത് പറയുമ്പോൾ ഇവന്റെ നമസ്കാരം എടുത്ത് അല്ലാഹു തആല പരാതിക്കാരന് പകരമായി കൊടുക്കുന്നു എന്ന് നബീന റസൂലുള്ളാഹി. നിസ്കാരം പോയി, നന്മ പോണ പോക്ക് കേട്ടോ. ശ്രദ്ധിച്ചോ, നിസ്കരിക്കണവരൊക്കെ ഇത് ശ്രദ്ധിച്ചോ, നോമ്പ് പിടിച്ചവരും പിടിക്കണവരും ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ഈ പാണത്തൂരുണ്ട് ഇങ്ങനത്തെ ആള്, മുഖത്ത് നോക്കി നിങ്ങൾ തെറി പറഞ്ഞാൽ, ഉമ്മാക്ക് വിളിച്ചാൽ, വാപ്പാക്ക് വിളിച്ചാൽ, വല്യാപ്പാക്ക് വിളിച്ചാൽ ക്ഷമാന്നക്ഷര മനുഷ്യൻ മിണ്ടൂല. എന്നിട്ട് നിങ്ങൾ അപ്പുറത്തെ വന്നിട്ട് പറയും, എടാ ഞാനിന്ന് അവനെ കൈകാര്യം ചെയ്തു, അവൻ്റെ വാപ്പാക്കും ഞാൻ വിളിച്ചു, അവൻ്റെ ഉമ്മാക്കും വിളിച്ചു, അവൻ്റെ കബറിൽ കിടക്കണ വല്യാപ്പാക്കും വിളിച്ചു.
ഒരക്ഷരം മിണ്ടിയില്ല. പെങ്കൂശൻ, ബോധമില്ലാത്തവൻ. നിങ്ങൾക്ക് തെറ്റി. അയാൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാ. അയാൾ എന്താ നിങ്ങൾക്ക് മറുപടി പറഞ്ഞാന്നറിയോ? മനസ്സുകൊണ്ട് നീ പറഞ്ഞോടപ്പാ, ഞാൻ കൊടുക്കാവുന്ന കോടതി കൊടുത്തോളാം. വന്നേക്കുന്ന മനുഷ്യരേല് യാ റബ്ബി ഖദ് ശത്തമ ഹാദാ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഒരാളിങ്ങനെ ആക്ഷേപം പറയാ. തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഉമർ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഒരുത്തൻ മോശമായിട്ട് ഇങ്ങനെ ആക്ഷേപം പറയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മിണ്ടാതെ ഇരുന്നു. കുറെ കേട്ട് കഴിഞ്ഞപ്പോ, നിങ്ങൾ എന്തിനാണ് മനുഷ്യ എന്നെ ഇങ്ങനെ ആക്ഷേപം പറയണേ? ഒരു വാക്ക്. ആ സെക്കൻഡിൽ അവിടെ നിന്ന് എഴുന്നേറ്റു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, വിഷമം ഉണ്ടാവൂലേ? ഇവിടെ ഒരു വാപ്പ ഇരിക്കുകയാണ്, ഒരു മോനിരിക്കുകയാണ്. ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് ഈ മോനെ അങ്ങോട്ട് പൂരെ ചീത്ത പറയാണ്. വാപ്പ ഒരക്ഷരം മിണ്ടണില്ല. അവസാനം ഈ മോൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നെ ഇങ്ങനെ ചീത്ത പറയണേ? ആ സെക്കൻഡിൽ വാപ്പ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ മോന് വിഷമം ഉണ്ടാവോ? ഇതന്നെ ഇവിടെ സംഭവിച്ചേ. തങ്ങളങ്ങ് എഴുന്നേറ്റ് പോയപ്പോൾ സിദ്ദീഖിന് വല്ലാത്ത വേദനയായി. എഴുന്നേറ്റ് നേരെ പുറകെ അങ്ങോട്ട് ചെന്നു തങ്ങളുടെ പിന്നാലെ. അള്ളാന്റെ റസൂലേ, എന്നെ ആ മനുഷ്യനെ അത്രയും ആക്ഷേപിച്ചിട്ട് തങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഞാൻ ഒരക്ഷരം പറഞ്ഞപ്പോഴേക്കും തങ്ങൾ എഴുന്നേറ്റ് പോകുന്നത് എന്നെ വേദനിപ്പിച്ചു പോയി. നബി തങ്ങൾ മറുപടി പറയാണ്, സിദ്ദീഖ്, നിങ്ങൾ അവന്റെ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം റഹ്മത്തിന്റെ മലക്കവന് മറുപടി കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങളുടെ പദവി അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്തിനാണോ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നതെന്ന് നീ ചോദിച്ച ആ നിമിഷം അതാ അവിടെ ശൈത്താൻ ഹാജരായി, മലക്ക് അപ്രത്യക്ഷമായി. ശൈത്താൻ ഹാജരായ ഇടത്തിൽ എനിക്കിരിക്കാൻ കഴിയില്ല. ഞാൻ എഴുന്നേറ്റ് പോന്നു. നമ്മളെ ഒരാൾ ചീത്ത പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയാതിരുന്നാൽ മലക്കമ്മക്ക് അനുകൂലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക്. പറ്റുമോ? ഞാൻ ചോദിക്കുക. തിരിച്ചു പറഞ്ഞോ? പൊളിഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള സഹോദരിമാരും ഉണ്ട്. അവിടെ നിന്നൊരു അയലക്കംകാരൻ വന്നിട്ട് പൂര ചീത്ത, നീ അങ്ങനത്തവളാടി, ഇങ്ങനത്തവളാടി, കൊങ്ങനത്തവളാടി, കുറെ ചീത്ത. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോയി ഞെരിച്ചു കൊരിച്ചു കളയും. ഭർത്താവിനോട് മിണ്ടിക്കൊടുത്തില്ല, ആങ്ങളയോട് പരാതി പറഞ്ഞില്ല, മോനോട് പരാതി പറഞ്ഞില്ല, ഉള്ളിൽ ഒതുക്കി വെച്ചോണ്ടിരുന്നു. ദേ വരുന്നു മനുഷ്യരേക്ക്, യാ റബ്ബി ഖദ് ശത്തമ ഹാദാ. ഈ മനുഷ്യനെന്നെ ചീത്ത പറഞ്ഞു റബ്ബേ. ആ സഹോദരിക്ക് ഇവൻ ചെയ്ത നന്മയുടെ പ്രതിഫലം. ഒരു കോളാമ്പി ഒരു മഹാന്റെ കട്ടുകൊണ്ട് വരിക്കും. കോളാമ്പി തുപ്പണ പാത്രേ കോളാമ്പി. ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, കോളാമ്പി ആരോ കട്ടുകൊണ്ട് പോയി. അള്ളാഹുവേ, നീ ആ കള്ളനൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ഇതെന്താ ഈ കേൾക്കണ്? കട്ടുകൊണ്ട് പോയ കള്ളനൊക്കെ പുറത്തു കൊടുക്കാനാ? ബഹുമാനപ്പെട്ടവരെ, എന്താ കള്ളന് വേണ്ടി പൊറുക്കലിനെ തേടിയത്? അതേ മക്കളെ, നാളെ മഹ്ശറയിൽ ഈ കള്ളനെ അല്ലാഹു തആല ഹാജരാക്കും. ഈ മോഷണം പോയതിന്റെ പേരിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറായാൽ കള്ളന്റെ നന്മ എനിക്ക് അല്ലാഹു തആല പ്രതിഫലമായി തരും. കള്ളനക്ക് നന്മ കടന്നെങ്കിൽ അവനക്ക് നന്മ ഉണ്ടാകണ്ടേ? ഞാൻ അതിനുവേണ്ടിയാ പ്രാർത്ഥിച്ചത്, പഠിച്ചവനെ നീ കള്ളന് പുറത്തു കൊടുക്കുകയെന്ന്. പാവശിലാരുടെ സൈക്കിള് കള്ളം കൊണ്ടുപോയി എന്ത് ചെയ്യും? മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പാ സൈക്കിള് കള്ളം കൊണ്ടുപോയി, ഒരു പേപ്പറും എടുക്കടാ വേഗം. ബഹുമാനപ്പെട്ട നെടുമ്പാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ ഇന്നയാളെ എന്നെ ഇന്ന ശൈലിയിലുള്ള സൈക്കിൾ മോഷണം പോയി കണ്ടെത്തി തിരിച്ചു നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതുകൊണ്ട് ആ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്ക്. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു കള്ളനെ പിടിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ സൈക്കിൾ ഉണ്ടെങ്കിൽ കിട്ടും. എങ്ങനെയുണ്ട് നിങ്ങൾ ചിന്തിച്ച് ഉറങ്ങാത്തവർ? നമ്മളെവിടെ നിൽക്കുന്നു, മഹാന്മാരെവിടെ ഇരിക്കുന്നു? ഈ കിടക്കണവരെ പറ്റിയാ പറഞ്ഞത്. അവരെവിടെ, നമ്മ എവിടെ? സമയമില്ല. പെട്ടെന്ന് കാര്യം എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കൊട്ടാരത്തിലുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട യസീദുർ റഖാശി. വലിയ മഹാനാ. ഒരു ദിവസം ഉമർ ബിൻ അബ്ദുൽ അസീസും കൂടെ നേരെ കൂടെ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, എന്നെ ഒന്ന് ഉപദേശിക്കണം. അമീറുൽ മുഅ്മിനീൻ ഒന്നാമത്തെ ഉപദേശം, അമീറുൽ മുഅ്മിനീൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നിങ്ങളുടെ വാപ്പ വരെയുള്ള എല്ലാ വാപ്പാമാരും, ഹവ്വാ റളിയല്ലാഹു തആല അൻഹ മുതൽ
നിങ്ങളുടെ ഉമ്മ വരെയുള്ള എല്ലാ ഉമ്മമാരും മരണപ്പെട്ടു പോയി. നടങ്ങി. അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരു ഉപദേശവും കൂടെ നടക്കത്തിനോടൊപ്പം. അമീറുൽ മുഅ്മിനീൻ, ഈ ലോകത്തുനിന്ന് മരണപ്പെടുന്ന ആദ്യത്തെ ഭരണാധികാരി അല്ല കേട്ടോ നിങ്ങൾ. പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. കരച്ചലിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, മഹാനവറുകളെ, എനിക്ക് ഒരു ഉപദേശം കൂടി. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൊട്ടാരത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ വേറെ വീടില്ല കേട്ടോ. നിങ്ങളുടെ കൊട്ടാരത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വേറെ വീടില്ല കേട്ടോ. ബോധം കെട്ട് വീണു. തങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ ഇതൊക്കെ. ബോധം കെട്ടങ്ങ് വീണു. മണിക്കൂറുകളോളം അനക്കമില്ലാതെ കിടന്നു. നമുക്കിത് ബാധകമാണോ? നമ്മുടെ മനോഹരമായ ഭവനത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുവെക്കുന്നത് ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ഇടയ്ക്ക് വീടില്ല. പാണത്തൂരുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിന്റെ വീടിന്റെയും നരകത്തിന്റെയും ഇടയിൽ വേറെ വീടില്ല. നിന്റെ വീടിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ വേറെ വീടില്ല എന്ന് പറഞ്ഞാൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം കണ്ണീരോടെ കൊണ്ടുവന്നു വെക്കുന്ന ആ സ്ഥലം ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഖബർ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. വേറെ ഒരു ഇടത്താവളം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നാണോ ഈ ദിവസം? അതുകൊണ്ട് പരമാവധി മര്യാദയ്ക്ക് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയാതിരുന്നാൽ നാളെ അവിടെ കിട്ടി. പറഞ്ഞാലോ നമ്മുടെ പോയി. അപ്പൊ നമ്മുടെ നിസ്കാരം കൂടെ കൊണ്ടുപോയി ചീത്ത പറഞ്ഞയാള്. അടുത്തയാള് തീർന്നില്ല. അടുത്തയാള് പറയുവാൻ, പഠിച്ചവനെ, ഇയാൾ എന്നോട് പൈസ കടം മേടിച്ചു റബ്ബേ. 30-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. 30-ാം തീയതിക്ക് ശേഷം എൻ്റെ നേരെ നിൽക്കൂല ഇയാള്. വീട്ടിൽ പോയി ചോദിച്ച് മേടിക്കാൻ എനിക്ക് കഴിവുണ്ടായി റബ്ബേ, ഞാനതിന് തുനിഞ്ഞില്ല. ഇവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കൊടുത്തു, നിനക്ക് പൈസ ആവശ്യമുണ്ടോ? ആചാര്യ അടുത്തേന്നാ കടം മേടിച്ചോ, തിരിച്ചു കൊടുക്കണ്ട, ചോദിച്ചോണ്ട് വരില്ല. പടച്ചവനെ, ഞാൻ ഈ പണം കൊടുത്തത് തിരിച്ചു മേടിക്കാൻ എനിക്ക് ശേഷിയുണ്ടായെങ്കിലും അല്ലാഹുവേ, നിന്റെ കോടതിയിലേക്ക് ഞാനിത് പരാതി തരികയാണ്. ഈ മനുഷ്യൻ എന്റെ സമ്പത്ത് തിന്നു തമ്പുരാനെ. നിസ്കാരം പോയി ചീത്ത പറഞ്ഞവർ കൊണ്ടുപോയി. സക്കാത്ത് പൈസ മേടിച്ചവരും കൊണ്ടുപോയി. കള്ളക്കണക്കൊക്കെ എഴുതി മേടിക്കരുതെന്ന് പലചരക്കടയിൽ കണക്കെഴുതും. 1 മാസം കഴിയുമ്പോൾ ഞാൻ തന്നേക്കാം, പറ്റായിട്ട് എഴുതിക്കോ. മാസം തേക്കുമ്പോൾ ചെന്ന് നോക്കിയപ്പോൾ 1500 രൂപയുടെ സാധനം മേടിച്ചിട്ടുള്ളൂ. പക്ഷേ 6500 രൂപ എഴുതി അങ്ങോട്ട് കൊടുക്കും. നീ മേടിച്ചോ. സക്കാത്ത് വലിയ വാരിക്കോരി കൊടുത്ത നന്മയാണ്. പോയി തീർന്നില്ലാതെ അടുത്തത് വരികയാണ്. യാ റബ്ബി ലറബഹാദ. അടുത്തയാള്, പഠിച്ചവനെ, ഇവരെന്നെ അടിച്ചു തമ്പുരാന്. നിസ്കാരം പോയി, സക്കാത്ത് പോയി, നോമ്പ് പോയി. പരാതിക്കാർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ദേ വരുന്നു അടുത്തത്. യാ റബ്ബി ഖദഫഹാദ. അല്ലാഹ്, ഈ മനുഷ്യൻ എന്നെ പറ്റി ആരോപണം പറഞ്ഞു റബ്ബേ. വ്യഭിചാരക്കുറ്റം, അതാണ് ഖദഫ്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഒന്ന് ശ്രദ്ധിക്ക്. ഈ നിക്കരിക്കോ നോമ്പ് പിടിക്കാൻ ചെയ്യുന്നവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്. നമുക്കൊക്കെ എത്ര ലാഘവത്തോടെ ബഹുമാനികളെ നമ്മളിതൊക്കെ പറയാം. സുബ്ഹി നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചായക്കടയിലേക്ക് ഇല്ലും. ഒരു ചായ ഇങ്ങോട്ട് തരാൻ പറയും. എന്നിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടൊരു തൂക്കലുണ്ട്. ആരെയാ പിടിക്കണ്ടേന്നാണ് ആലോചിക്കണേ. അങ്ങനെ തൂത്തോണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എടാ, നമ്മുടെ ഇബ്രാഹിം കുട്ടി ഗൾഫിലേക്ക് പോയോ? ഏത് ഇബ്രാഹിം കുട്ടി? ഓ, നീ ഇപ്പം ഇവിടെ ഇന്ന് ഇവിടെ അങ്ങോട്ട് വന്ന ആളാണ്. നമ്മുടെ അബ്ദുൽഖാറിന്റെ പുറത്താണ് ഇബ്രാഹിം കുട്ടി. അവൻ പോയല്ലോ, മിനിഞ്ഞാന്ന് പോയല്ലോ. ഒരടി ഡെസ്കയിലേക്ക്. അങ്ങനെ വരട്ടെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു. എന്തേ? എടാ, ഞാൻ ഇന്നലെ മീൻ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോ മറ്റേ ആളങ്ങ് കയറിപ്പോണു അവക്കിൻ്റെ അടുത്തേക്ക്. ആര്? നീ ഇപ്പൊ ആകാശത്തിൽ നിന്ന് അതിൻ്റെ പൊട്ടി വീണ കാര്യമാണ് നിന്റെ സംസാരം കേട്ടിട്ട്. എടാ, മറ്റേ അവൻ തന്നെ. അപ്പൊ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു സംസാരത്തിന്. 5 മണിക്ക് അവൻ അങ്ങോട്ട് കയറിപ്പോണത് ഞാൻ കാണുന്നു. ഞാൻ ജംഗ്ഷനിലേക്ക് മീൻ മേടിക്കാൻ പോകുമ്പോ
മീൻ വാങ്ങിക്കൊണ്ട് തിരിച്ച് 6:30 വരുമ്പോ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നു. മിനിഞ്ഞാന്ന് പുതിയാപ്പിളനെ ഗൾഫിലേക്ക് വിട്ടു. ഇന്നലെ ഡ്യൂപ്ലിക്കേറ്റ് പുതിയാപ്പിളയ്ക്ക് 1.5 മണിക്കൂർ. ഒരു ചായയും കൂടെ കാട്ടിക്കേടാ. അവല് വക്കത്ത് സുവീകരിച്ച കാക്കായ ഈ ഉണ്ടാക്കണേ. അവല് വക്കത്ത് സുവീകരിച്ച കാക്ക. സഹോദരിമാരെ, ഏറ്റവും രസവും സുഖവും കിട്ടുന്ന വർത്താന ഇന്നവക്കടെ കൂടെ, ഇന്നവന്റെ കൂടെ. എന്തോ ഒരു എളുപ്പ ഇത് പറയാൻ. ഇതിങ്ങനെ ലാഘവത്തോടെ പറയാൻ പറ്റിയ വാക്കാണോ? മാഷരലതേ വന്നു. അല്ലാഹ് പൊറുക്കാത്ത 7 തെറ്റുകൾ നിങ്ങൾ സൂക്ഷിക്കണോട്ടോ. ഈ 7 തെറ്റില് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം കൊണ്ട് ചെയ്യുന്ന ഏക തെറ്റാണ് ഖദഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. പതിവ്രതയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വ്യഭിചാര കുറ്റം പറയുക, നാക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റ്. സബുൽ മൂബിഖാത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവം കൊണ്ട് ചെയ്യുന്ന ഏക തെറ്റിതാണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണെന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു സുബി കഴിഞ്ഞപ്പോ. ജനങ്ങളെ, ഈ രാത്രിയിൽ ഒരന്യ സ്ത്രീയും പുരുഷനും വ്യഭിചരിക്കുന്നത് നിങ്ങളുടെ ഖലീഫ നേരിട്ട് കണ്ടിരിക്കുന്നു. എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? എല്ലാവരും പറഞ്ഞു ഇഷ്ടമുള്ള ശിക്ഷ കൊടുക്കാം. അലിയാരങ്ങളങ്ങ് എഴുന്നേറ്റു. ഉചിതമായ ശിക്ഷ ഖലീഫയ്ക്ക് കൊടുക്കാൻ പറ്റൂല. അവരെ ശിക്ഷിക്കണമായിരുന്നെങ്കിൽ ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് 4 ആളെ വിളിച്ചുകൊണ്ട് കാണിക്കണമായിരുന്നു. ഓടി വന്ന് ഇവിടെ പണി നടക്കുന്നുണ്ട്, 4 ആളെ ഇങ്ങ് വിളിച്ചുകൊണ്ടു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവർ ചുമ്മാ കെട്ടിപ്പിടിച്ചെടുക്കുക. മിണ്ടാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗൗരവത്തോടെ. എത്ര സന്തോഷം നമുക്ക്. അവൻ അവക്കടെ കൂടെയാണ്, അവൾ അവൻ്റെ കൂടെയാണ്. എത്ര സന്തോഷം അത് പറയുമ്പോൾ. സർവ്വ നന്മ പോണേ കാണണേ. ബഹുമാനികളെ, ഈ ചുമ്മാ അങ്ങനെ ഈ കെട്ടിപ്പിടിച്ചെന്നാ പറയാൻ പാടില്ലെന്ന് പിന്നെ ഗൗരവങ്ങൾ മനസ്സിലായ? നിങ്ങൾ ഇവർ രണ്ടാളും ഇത് ഇങ്ങനെ ഈ നികൃഷ്ടമായ പണി ചെയ്യുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊരു പണിയുണ്ട്. എന്താ? എടാ അങ്ങ് വന്നേ, നീ ഇത്രാം തീയതി ഇന്ന സമയത്ത് നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. മേലാലിനി അവക്കടെ അടുത്ത് പോയാൽ നിങ്ങളതിൻ്റെ ശൈലിയിൽ കൈകാര്യം ചെയ്താൽ മതി. ചുമ്മാ വല്ലോണ്ടടുത്ത് തല്ലുകൊള്ളാനും നിൽക്കണ്ട. മേലാൽ നീ ഈ പണി ചെയ്താൽ നിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറയേണ്ട ശൈലിയായി അങ്ങനെ പറയാം. എടാ ഈമാൻ ഊരിപ്പോണ പണിയാണ് കേട്ടോ, അത് ചെയ്യല്ലേ, അങ്ങനെ പറയാൻ പറ്റി. അങ്ങനെ പറയാം. എടാ നീ ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഓരോന്നിനൊരു ശൈലി ഉണ്ടല്ലോ. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പറയാം. പുറത്തൊരാളോട് ചെന്നിട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്, പുറത്തൊരാളോട് ചെന്നിട്ട് അവൻ അവക്കടെ കൂടെയാ അവൾ അവൻ്റെ കൂടെയാ പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? ഇവൻ അങ്ങോട്ട് കയറി പോവുക. 1.5 മണിക്കൂർ കഴിഞ്ഞു ബട്ടൺസ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്താ? ഇവൻ അങ്ങോട്ട് കയറി ചെന്നു. കൂട്ടുകാരൻ്റെ വീടാണ്. കൂട്ടുകാരൻ ഇന്നലെ ഗൾഫിലേക്ക് പോയി ഒക്കെ അറിയാം. കോളിംഗ് ബെല്ലടിച്ചു. ചെറുപ്പക്കാരിയായ പെണ്ണ് ജനലൊക്കെ വന്നു. എന്താണ്? ഞാൻ ഈ ഷർട്ട് ഇവിടെ ഒരു ഡിസൈൻ തുന്നി പിടിപ്പിക്കാണ്ട് ഈ മിഷീനിലൊന്ന് തുന്നിക്കോട്ടെ. ഒരക്ഷരവും അവൾ മറുപടി പറഞ്ഞില്ല. അവൾ അകത്തേക്ക് പോയി. ഇയാൾ അനുവാദം കിട്ടാതെ തന്നെ ഷർട്ട് ഊരി ആ മിഷീനിൽ ഇത് തയ്ച്ചു. അവൾ അകത്ത് പോയി ഭക്ഷണം പാകപ്പെടുത്തലോ അടുക്കളപ്പണിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഷർട്ട് ബട്ടൺസ് ഇട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് കയറിപ്പോണത് മീൻ വാങ്ങാൻ പോയ കാക്ക കണ്ടു. ബട്ടൺസ് ഇട്ടുകൊണ്ട് ഇറങ്ങണതും കാക്ക കണ്ടു. ഇന്ന ബളല്ലന്നി ഇസ്മുൻ. പടച്ചതമ്പുരാൻ പറയാ, നിങ്ങൾ ഭാവിച്ചുകൊണ്ടൊരു കാര്യം പറയരുത്, അത് മഹാപാപമാണ്. ഈ വാർത്ത ചായക്കടയിൽ ഇരുന്ന് പറഞ്ഞപ്പോ കാശ് മുടക്കി ഗൾഫിലേക്ക് വിളിച്ചു പറഞ്ഞു വേറൊരുത്തൻ, ഇന്ന സമയത്ത് ഇന്ന ആൾക്ക് നിന്റെ ഭാര്യ 1.5 മണിക്കൂർ, ഇന്നയാള് സാക്ഷി. പേപ്പറെടുത്തു, തലാക്ക് എഴുതി. ഭാര്യയ്ക്കൊരു കോപ്പി, വാപ്പാക്കൊരു കോപ്പി, പള്ളിക്കമ്മിറ്റിക്കൊരു കോപ്പി. വാപ്പ വന്നിട്ട് മോളോട്, മോളെ നിനക്ക് ഈ ഭിത്തിയിൽ വേശ്യാലയം എന്നൊരു ബോർഡ് എഴുതി വെക്കാൻ പാടില്ലായിരുന്നോ? മോള് മിണ്ടണില്ല. പടച്ചവനെ, നീ എന്നെ പരീക്ഷിക്കുകയാണ്.
ഈ മനുഷ്യനെ തൊട്ടിട്ടില്ല, ഈ മനുഷ്യനോട് മിണ്ടിയിട്ടില്ല. ബഹുമാനികളെ, വീട്ടിലേക്കെത്തി. നാത്തൂന്റെ ഉപദ്രവം, ഉമ്മാടെ വേദനിപ്പിക്കല്, ഈ പെൺകുട്ടി ശോഷിക്കുന്നു, അവള് രോഗിയാകുന്നു, ഒരു കുടുംബം തകർന്നു. നാളെ മഹ്ശറയിൽ വരുമ്പോൾ യാ റബ്ബി ഖദ് ഫഹാദ, ഈ മനുഷ്യനെ പറ്റി അപവാദം പറഞ്ഞു തമ്പുരാന്. ഹജ്ജ് ഉംറ അടക്കമുള്ള സർവത്രയും ആ പെൺകുട്ടിക്ക് നബിയിന റസൂലുള്ളാഹി. ഗൗരവം കണ്ടോ? ഞാനും അങ്കമാലി പള്ളിയുടെ നിർമ്മാണത്തിന് മുമ്പന്തിയിൽ ഇന്നൊരു ബദറുദ്ദീൻ ഹാജി ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ആലുവായിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ പള്ളിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം കാറിൽ. അപ്പോൾ ഒരു കാക്ക ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഈ മൂലക്കുരുവിന് ഒറ്റമൂലി ചികിത്സ നടത്തുന്നൊരു വൈദ്യനുണ്ട്. അയാളുടെ അടുത്ത് ഈ കാക്കാക്ക് പോകണം. എന്നോട് ചോദിച്ചു, ബാവുസ്താദെ നിങ്ങളുടെ കാറിൽ ഞാനും ഒന്ന് പോന്നോട്ടെ. എന്താ അത് ഇന്ന സ്ഥലത്തൊരു ചികിത്സിക്കാണ്. അതിനെന്താ? അങ്ങനെ ഇയാളും വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദെ അവിടെ ഒറ്റമൂലി മരുന്ന് കൊടുക്കണത് ബ്രാൻഡിയിൽ കോഴിയുടെ ചോര ചാടിച്ചിട്ടാണ് അയാൾ മരുന്ന് കലക്കി തരിക. അതിന് ബ്രാൻഡി നമ്മൾ കൊണ്ടുപോയി ചെല്ലണം. ഈ ബ്രാൻഡി എവിടെ കിട്ടും? ഇന്നാലില്ലോ എൻ്റെ കാക്ക, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ബ്രാൻഡി എന്ന് പറയുന്നത് ശിഫ കിട്ടുന്ന സാധനം അല്ലാതെ രോഗം ഉണ്ടാക്കുന്ന സാധനമാണ്. എൻ്റെ ഉസ്താദേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, ബ്ലഡ് കണ്ടാനം പോണു, പല ചികിത്സ ചെയ്തിട്ട് അസുഖം മാറിയിട്ടില്ല, ഈ മരുന്നുകൊണ്ട് പലർക്കും മാറിയിട്ടുണ്ട്. കാക്കയുടെ ഇഷ്ടം പോലെ ചെയ്തോ, ഇത് സംഗതി ഇത് ഖൈറല്ല. അപ്പം ഈ വണ്ടി ഓടിക്കണത് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യാനി ചെറുക്കനാ. അവൻ പറഞ്ഞു, ബ്രാൻഡി മേടിക്കാനാണെങ്കിൽ വിദേശ മദ്യശാലയെ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ തോമസേ, നീ വിദേശ മദ്യശാല നോക്കാണ്ട് നീ വണ്ടി ഓടിക്കുക. അങ്ങനെ തൊടുപുഴ അങ്ങോട്ട് എത്താറായപ്പോൾ സൈഡിലൊരു ബോർഡ്, വിദേശ മദ്യശാല. ഞാൻ പറഞ്ഞു, ഇതേ എഴുതിയേക്കണു വിദേശ മദ്യം. തോമസ് വണ്ടി നിർത്തി. ഈ കാക്ക അങ്ങോട്ട് ഓടിച്ചു. അപ്പോൾ ഒരു ഓയിലിൻ്റെ കഷ്ണം കാക്കയുടെ തോളത്തെടുപ്പുണ്ട്. ഇയാൾ അവിടെ ചെന്നിട്ട് ഈ വിദേശ മദ്യം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബ്രാൻഡി മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യൂണിയൻകാരവിടെ സൈഡിലിരിപ്പുണ്ടായി. ഈ യൂണിയൻകാരിൽപ്പെട്ട ഒരുത്തം വന്നിട്ട് ഇങ്ങനെ കാറിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് അവൻ പോയി. അടുത്ത് വേറൊരുത്തം വന്നു. അവൻ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് മറ്റവരോട് വിളിച്ചു പറയാണ്, എടോ മുസ്ലിയാരും ആജിയാരും ഒക്കെയാ. അപ്പോഴേ ഞാൻ കണ്ണുറക്കണേ, പടച്ചവനെ ആചാരെ, ഓ അവൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോ? എന്തേ ഉസ്താദെ? കാക്ക ബ്രാൻഡി മേടിക്കുകയാണ്. അതെ, വണ്ടിക്കകത്തിരിക്കുന്നത് ആജിയാരും മുസ്ലിയാരുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ ആചാര്യക്കും മുസ്ലിയാർക്കും ഈ ബ്രാൻഡിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇന്ന ബഅലല്ലി ഇസ്മുൻ. ഒരു കാര്യവും നിങ്ങളിങ്ങനെ ഭാവിച്ച് പറയരുത്. റസൂലുള്ളാന്റെ കുടുംബത്തിനെ തകർത്തില്ലേ? ഇല്ലേ? ഒരാളെ സംബന്ധിച്ച് വ്യഭിചാരക്കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. തങ്ങളുടെ കുടുംബം തകർന്നില്ലേ? മുഅത്ത യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു സ്ഥലത്ത് വന്ന് ഒട്ടകങ്ങളെല്ലാം വിശ്രമിക്കാൻ നിർത്തി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ വിസർജനത്തിന് വേണ്ടി കുറെ അകലേക്ക് പോയി. തിരിച്ചു വന്ന ഒട്ടാക്കട്ടിലേക്ക് വന്ന് കയറി നോക്കുമ്പോ മുത്തുമാല കാണുന്നില്ല. ഇറങ്ങി ഓടി. മാല എടുത്തോണ്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ ഇവരുടെ ഒട്ടകം മാത്രം ബാക്കി എല്ലാ ഒട്ടകങ്ങളും യാത്ര പറഞ്ഞു. ഐഷാ ബീവി ഇങ്ങോട്ട് മാറിയത് ആരും കണ്ടില്ല. പടച്ചവനെ, ഒറ്റപ്പെട്ടല്ലോ അല്ലാ. ഒട്ടകത്തിന്റെ മുകളിലുള്ള കൂട്ടിനകത്ത് കയറി അവിടെ അങ്ങ് ഇരുന്നു. മഹാനായ സയ്യിദുനാ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഈ സംഘത്തിന്റെ പിന്നാലെ പ്രത്യേക നിരീക്ഷകനായിട്ട് വരുന്ന സഹാബിയാണ്. അദ്ദേഹം ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇതാ ഒട്ടകം കിടക്കുന്നു. ഇത് ആയിഷാ ബീവിയുടെ ഒട്ടകമാണല്ലോ. ആ ഒട്ടകക്കട്ടിലിനകത്തുള്ള തുണി, ആ മറ പതുക്കെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പവിത്രമായ മുഖം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുഖം കണ്ടു പെണ്ണിന്റെ. ഇദാ അസാബത്തുൽ മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് ഉണ്ട്, അപ്പം തന്നെ ഒരു മൂമിന്റെ വായിന്ന് വന്നം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അതെങ്ങനെ ചെല്ലാൻ നോക്കി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലലുണ്ടാവില്ല. ഇന്നാ ലില്ലാഹി പറഞ്ഞുകൊണ്ട് തന്നെ അടക്കേണ്ടി വരും. അവളും ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് ആയിഷാ ബീവി അതങ്ങോട്ട് മൂടിയിട്ട് എന്ത് ചെയ്തു? അവരതിനകത്തിരിക്കുമ്പോ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പോകുന്ന വഴിക്ക് കൊടിയ മുനാഫിക്ക് കാണുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞു. സഫ്വാൻ മൂക്കേറെ പിടിച്ചിരിക്കുന്നു.
ഉള്ളിൽ റസൂലുള്ളാന്റെ ഭാര്യയാവുന്ന ആയിഷ ബീവി ഇരിക്കുന്നു. പൊട്ടിച്ചു കൊടുത്തു പടക്കം. എടാ നമ്മുടെ നേതാവാ നബി മുഹമ്മദ് റസൂലുള്ള ഇല്ലേ, ഈ കഴിഞ്ഞ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ സഫ്വാന്റെ കൂടെയായിരുന്നു പെണ്ണും പിള്ള. പ്രചരിച്ചു, വാർത്ത അങ്ങ് പരന്നു, പൊന്നാര നബിയുടെ ചെവിയിലേക്കും എത്തി. അപവാദക്കഥ. തങ്ങളുടെ കുടുംബം തകർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാനോട്, ആയിഷ നീയും സഫ്വാനുമായിട്ട് അങ്ങനെ ഒരുമിച്ച വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തങ്ങൾക്ക് സംശയം വന്നിരിക്കുക. ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തൃപ്തിയാവൂല. ഒന്നും സംഭവിച്ചിട്ടില്ല, തങ്ങൾക്ക് തൃപ്തിയാവോ? സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തൃപ്തിയാവോ? കളവായില്ലേ? ആയിഷ ബീവി ധർമ്മസങ്കടത്തിലായി. നബി തങ്ങൾ ആയിഷാനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഒന്ന് ചിന്തിച്ചേ, വലിയ സ്നേഹത്തിലും താല്പര്യത്തിലും വാത്സല്യത്തിലും ദമ്പതികളിലെ ആയിഷ ബീവി റസൂലുള്ളാഹി തങ്ങളും. ദാമ്പത്യ ജീവിതത്തിന് ഇവരെ പോലെ മാതൃക പറയുന്ന ഏത് സംഭവം വേറെ ഉള്ളത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പനി ബാധിച്ചു. പടച്ചവനെ, എന്റെ മോള് വേണ്ടാത്ത പണി ചെയ്തല്ലോ അല്ലാ, റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചല്ലോ റബ്ബേ. ആയിഷാക്കും പനിയായി. തങ്ങളെന്ന് ചെന്നിട്ട് എങ്ങനെയുണ്ട്? ഒറ്റ ചോദ്യം, എങ്ങനെയുണ്ട്? ആയിഷാന്നും പോലും വിളിക്കുന്നില്ല. എങ്ങനെയുണ്ട്? വേറൊന്നുമില്ല, പുറകോട്ടാൻ. ഉമർ ഫാറൂഖ് തങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ, ആയിഷാനെ തലാക്ക് ചൊല്ലിയാലോ? ഉമർ ഫാറൂഖ് തങ്ങൾ പറയുന്നു, നബിയേ, ചെരുപ്പിട്ടുകൊണ്ട് തങ്ങൾ നമസ്കരിച്ചപ്പോൾ ചെരുപ്പ് ഊരി വെക്ക റസൂലുള്ളാഹ്, ചെരുപ്പിന്റെ അടിയിൽ അഴുക്കുണ്ടെന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അറിയിപ്പിച്ചെങ്കിൽ തങ്ങളുടെ ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന ആയിഷ അശുദ്ധയായിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അറിയിക്കില്ലേ റസൂലേ? റളിയല്ലാഹു അൻഹു അല്ലാത്തവനാ, വിട്ടുകൊടുക്കൊന്നുമില്ല. വർത്താനം പറയുന്നിടത്ത് വർത്താനം പറയും. ആയിഷാവിനെ തലാക്കലിട്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി ഇതാ, കുടുംബം തകർന്നില്ലേ പെങ്ങന്മാരെ? വിഷമമായില്ലേ? ദിവസങ്ങൾ നീണ്ടുപോകുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ അസ്വസ്ഥത കൂടി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബാത്തു ലിത്തയ്യിബാത്തി അൽഖബീസാത്തു ലിൽഖബീസീന വൽഖബീസൂന ലിൽഖബീസാത്തി ഉലൈക മുബറഊന മിമ്മാ യഖൂലൂന ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കാണ്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുമാണ്. ആയിഷ ബീവിയെ സംബന്ധിച്ച് പറയപ്പെട്ട അപവാദ കഥ, അത് അപവാദ കഥയാണ്, അതുണ്ടായതല്ല. സഫ്വാനും ആയിഷയും ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ്. അവസാനം പടച്ചതമ്പുരാന്റെ പ്രത്യക്ഷമായ ഇടപെടലിൽ കൂടി റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ, സഹോദരിമാരെ പറയല്ലേ, സഹോദരന്മാരെ പറയല്ലേ, അല്ലാഹു പൊറുക്കാത്ത 7 തെറ്റിൽപ്പെട്ട ഒന്നാണ് സബ്റുൽ മുബിഖാത്ത്. വന്ന് പറയാൻ സർവ്വ നന്മയും പോയി, പരാതിക്കാര് ബാക്കി എന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് പോയി, നിസ്കാരം പോയി, ഹജ്ജ് പോയി, സക്കാത്ത് പോയി, ഒക്കെ പോവാണേ. നമ്മളിവിടെ ഇരുന്ന് ഒരാളെ സംബന്ധിച്ച് അങ്ങ് വർത്താനം പറയുമ്പോൾ നമ്മുടെ നന്മ അയാൾ കൊണ്ടുപോവാ. ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ നന്മ അങ്ങ് പോവുക. സർവ്വ നന്മയും തീർന്നു, പരാതിക്കാര് ബാക്കി. പൊന്നാര നബി തങ്ങൾ പറയാണ്, ഈ പരാതിക്കാരുടെ പരാതി ഇനി പരിഹരിക്കണ്ടേ? ഇവരുടെ പാപം അല്ലാഹു തആല എടുക്കുന്നു. ഫതുരിഹത്ത് അലൈഹി, ഈ നന്മ ചെയ്ത മനുഷ്യനിലേക്ക് ആ പാപത്തിനെ നിക്ഷേപിക്കുന്നു. സുമ്മ തുരിഹ ഫിന്നാർ നബിയുനാ റസൂലുള്ളാഹി. ചെയ്യാത്ത കുറ്റം നമ്മളൊക്കെ ഖുർആൻ നേരിട്ട് ഓതി പറയണ്ട, അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റു ഉഖ്റാ. ആരും വേറെ ആരുടെയും കുറ്റം ഏൽക്കേണ്ടി വരില്ല. ഇത് ഒരു വശം, ഈ പറഞ്ഞത് മറ്റൊരു വശം. നമ്മൾ ഒന്നും വായും മനസ്സും അറിയാതെ വല്ലവരുടെയും പാപം ഏറ്റേണ്ടി വരുന്നു. ആ പാപങ്ങൾ ഏറ്റപ്പെട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു. നന്മകൾ ചെയ്തിട്ട് എന്തുണ്ടായി ബഹുമാനികളെ? അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മജ്ലിസിനോട് ഞാൻ പറയുകയാണ്, ഒരു നല്ല മാസം കഴിഞ്ഞിരിക്കുന്നു. ധാരാളം നന്മകളൊക്കെ നമ്മൾ വാരിക്കൂട്ടി ചെയ്തവരാണ്. ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹജീവികളെ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് മരിക്കാൻ ഒരുങ്ങുക. ഓരോ ദിവസവും ചെല്ലുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ ദിവസമാണ് റബ്ബേ എന്നുള്ള ചിന്ത കൊണ്ട് മനസ്സിനെ സമ്മതിപ്പിക്കുക. ഒരു നന്മയിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസാനമായി കിട്ടിയ നന്മയുടെ അവസരമാണെന്ന് മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കുക. നാളെ അതിൻ്റെ മജ്ലിസിലില്ല,
അങ്ങനെ തങ്ങൾ പഠിപ്പിച്ച അങ്ങനെ ഇതാ ഖുംതയില സ്വലാത്തി സല്ലു സ്വലാത്ത മുബദ്ദിഈൻ. നിസ്കരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടണില്ല എന്നല്ലേ നമ്മൾ പറയണേ. മനസ്സതിലേലും പോകുന്നല്ലോ മുസ്ലിയാരെ, അല്ലേ? അതല്ലേ പരാതി. തങ്ങൾ പറയാ, നീ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ അവസാനത്തെ ഇശായാണ് തമ്പുരാനെ എന്ന് നെയ്യത്താക്കിക്കൊണ്ട് നിസ്കരിക്കുകയെന്ന്. അപ്പൊ ചിന്ത അതിലേലും പോവോ? അല്ലാ, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് റബ്ബേ, എന്റെ പിന്നിൽ മലക്കുൽ മൗത്താണ് റബ്ബേ. അങ്ങനെ തന്നെയാ, മലക്കുൽ മൗത്ത് എൻ്റെ പിന്നിൽ ഈ നിസ്കാരത്തിലാണ് മരിച്ചു പോയേക്കാം. വൽ മൗതു അദ്നാ മിൻ ശിറാകി നിഅലിഹി കുല്ലു ഇമ്മു സ്വബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നിഅലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി കാലിലേക്ക് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ അടുപ്പമാണ് നീയും മരണവും. അപ്പം നീ നിസ്കാരത്തിലാണ് അങ്ങ് മരിച്ചു പോയേക്കാൻ റബ്ബേ, എൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. നാളത്തെ ഇശ ഇവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ വാവിട്ട് കരയുന്നുണ്ടാകും റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ഇണബോധം കെട്ട് കിടക്കുന്നുണ്ടാകും റബ്ബേ, എൻ്റെ മാതാപിതാക്കൾ മകൾ നഷ്ടപ്പെട്ട ഉപ്പായും ഉമ്മായും ആകും റബ്ബേ, മോൻ നഷ്ടപ്പെട്ട വാപ്പായും ഉമ്മായും ആകും റബ്ബേ. ഈ നിലയ്ക്ക് എൻ്റെ എല്ലാ അവസാനത്തെ നിസ്കാരം. ഇങ്ങനെ നമ്മളെല്ലാത്തിനെ കൊണ്ടങ്ങ് മനസ്സങ്ങോട്ട് ചലിപ്പിച്ചാൽ, ഇങ്ങനെ കൊണ്ടൊന്ന് മനസ്സിനെ കടിപ്പിക്കണം. എൻ്റെ അവസാനത്തെ വഴുത്. അപ്പോൾ പെണ്ണുമ്പിള്ളനെ ഇടിക്കാൻ വേണ്ടി കൈ വെക്കുവാണെങ്കിൽ ഞാൻ നിന്നെ അവസാനത്തെ ഇടിക്കുവാടി, അപ്പോൾ ഇടിക്ക് ശക്തി കുറയും. ബീഡി വലിക്കാൻ വേണ്ടി കത്തിക്കുമ്പോൾ പഠിച്ചവനെ ഞാനിത് അവസാനത്തെ വലിയ, അപ്പം മൊത്തം വലിക്കൂല. കള്ള് കുടിക്കാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് ഒടുക്കത്തെ കൂടിയല്ലേ, ആകെ വേണ്ട പകുതി കുടിച്ചാൽ മതി. എല്ലാത്തിനും പുറകോട്ട് വരും. ലാസ്റ്റ് എല്ലാം അവസാനത്തായിട്ട് കണക്കാക്കിയാൽ മനുഷ്യനായിട്ടൊരു ജീവിക്കുക. അപ്പം ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് മനസ്സ് വരില്ല. ഒന്നാം നമ്പർ ഒറ്റമൂലി ഇത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ അവസാനത്തെ അമലിലാണ് ഞാൻ നിൽക്കണേ. ആരാ ഇതൊക്കെ ചിന്തിക്കുക? മരിച്ച വീട്ടിൽ ചെന്ന ആലോചനയില്ല. അതാ ഓതിയെ തുറവ്വിഴുനൽ ജനായിസു മുഖ്ബിലാത്തിൻ വനൽഹു ഹീന തദ്ഹബു മുദ്ബിറാത്തി കറഹുഅത്തി സല്ലത്തിൻ ലിമഗാരിദിബിൻ ഫലമ്മാ ഗാബഅദത് റാത്തിആത്തി. മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് ആലോചനയില്ലല്ലോ. മല്ലം യത്തഅൽ ബിമൗതി അഖീഹി ഫലാ വഅലഹുല്ലാ. നിന്റെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടുവന്ന് ഈ പച്ച മണ്ണിലേക്ക് വെക്കണത് നീ കണ്ടാൽ അതിനേക്കാളും വലിയൊരു ഉപദേശം നിനക്ക് തരാൻ വേറെ ഇല്ല. ഇത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയ്ക്ക് അന്ത്യശ്വാസം വലിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പടച്ചോനോർത്ത് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ശൈലിയിലൊന്നും അല്ല ഞാൻ വർത്താനം പറഞ്ഞ്, എനിക്കറിയാം. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ശൈലിയിലല്ല വർത്താനം പറഞ്ഞ്. ഞാൻ ഈ ശൈലി എന്ന് പറയണമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെയോട് പറഞ്ഞതാണ്. വളരെ ഗൗരവത്തോടെ മുന്നോട്ട് നീങ്ങിക്കോ. എങ്ങു നിന്നും ഒരു രക്ഷയില്ല അള്ളാഹുവിൽ നിന്നല്ലാതെ. ഈ ഒരവസ്ഥ പുതിയതല്ല, എല്ലാ കാലത്തും ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ ഈജിപ്റ്റ് യാത്രയിൽ ഒന്ന് പങ്കെടുത്തു. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി നാസർ അബ്ദുല്ലയ്യ ശിഹാബ് തങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ല, തങ്ങളോട് കൂടെ ഞാൻ പോകുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ റൂമിൽ താമസിക്കുമ്പോൾ ഈ TV ഓണാക്കും. നല്ല സ്ഫുടമായ അറബിയിൽ അങ്ങ് വരണേ. നമ്മൾ ഓർക്കുമ്പോൾ പഠിച്ചവനെ ഇത് ഭയങ്കര ദഴവത്താണല്ലോ. വന്ന് നേരെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് യഹൂദൻ്റെ തൽമൂദിലേക്കാണ്. ലോകം പിന്നെ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാറി. എല്ലാ വാർത്താ ശ്രവണ പിന്നെ ഏതെല്ലാം വാർത്താ മാധ്യമങ്ങൾ ലോകത്തുണ്ടോ അതെല്ലാം ഇന്ന് സയനിസ്റ്റിൻ്റെയും ഫാസിസ്റ്റുകളുടെയും കസ്റ്റഡിയിലായി. അതിൽപ്പെട്ട ഒന്നാണ് അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരള ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവമൊക്കെ ഇതാണോ? അപ്പം ഞാൻ പറയണതെന്നറിയോ, എല്ലാ നിലയ്ക്കും നിന്നെ തകർക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും പച്ചയായ അറബിയിൽ ഇങ്ങനെ യഹൂദൻ്റെ ദഅവത്ത് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കൂലേ? നിങ്ങൾ നോക്കിയോ അവിടെ. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ ശരിക്കും നടക്കുന്നത് ഇന്ന് ഈ പറയപ്പെട്ട വിഭാഗത്തിൻ്റെ ദഅവത്തുകളാണ് നടക്കണേ. അതിൽപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പോണ്. ഇന്ത്യയുടെ ചരിത്രത്തിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ, ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കേരളത്തിൻ്റെയൊക്കെ ചരിത്രം യഥാർത്ഥം ഇതാണോ? വള്ളത്തോളും കുമാരനാശാനൊക്കെ എന്താ പറഞ്ഞേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷം, അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? തമ്മിലുണ്ണാത്തവർ, കൂട്ടിയിരിക്കാത്തവർ, അങ്ങനെയല്ല. ഇതൊക്കെ ആരാ പറഞ്ഞ? അബ്ദുൽഖാർ പറഞ്ഞല്ല, അബൂബക്കർ പറഞ്ഞല്ല. വള്ളത്തോളും കുമാരനാശാനും
അതുപോലെ വേലായുധം പണി, ഇങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞേക്കണേ. ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഹിസ്റ്ററി. അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം എടുത്തു നോക്കി. ബാബർ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ഹിന്ദു. അതുപോലെ തന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ എടുത്തു നോക്ക്, ഔറംഗസീബിൻ്റെ എടുത്തു നോക്ക്, ടിപ്പു സുൽത്താൻ്റെ എടുത്തു നോക്ക്. 10 അംഗ മന്ത്രിസഭ ഉണ്ടെങ്കിൽ 6 അംഗങ്ങളും ഹിന്ദുക്കളാണ്. ഇതല്ലേ ഇപ്പം യഥാർത്ഥമായ ചരിത്രം. പക്ഷേ ഇന്ന് ചരിത്രം വളച്ചൊടിച്ചിട്ടും ആക്രമിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും നിന്നെ തങ്ങളുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കണം. ഒരു തളികയിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചുറ്റും വിശന്ന് വലഞ്ഞവർ കൂടിയാൽ ആ ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്താ? അതുപോലെ നീ ആവും. ഇന്ന് നമ്മ ആ ഒരു സ്ഥിതിയിലാണ്. അള്ളാഹുവിൻ്റെ രക്ഷ കൊണ്ടല്ലാതെ രക്ഷ കിട്ടൂല. അതുകൊണ്ട് പടച്ചവനെ ഓർത്ത് മഹാന്മാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഇരിക്കുന്ന നിര ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നിങ്ങൾക്കൊരു തഖ്വാബോധം ഉണ്ടാക്കി തരിക, ജീവിതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് മാറ്റം വരുത്തുക. ഞാൻ പറയാണ്, നമ്മളുടെ നാവ് നമ്മുടെ കൈ, അതല്ലേ മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി ബിയദിഹി എന്ന് പറഞ്ഞത്. ശരിയായ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? കൈകൊണ്ടും നാവ് കൊണ്ടും മറ്റുള്ള മുസ്ലിമുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തവൻ. നമ്മൾ ആ ഒരു ശൈലിയിലേക്ക് ജീവിതം മാറ്റണം. ഒരിക്കൽ തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ നല്ല ആളാന്ന് എങ്ങനെ അറിയാൻ നബിയെ? ഒരു വല്ലാത്ത ചോദ്യം ഇത്. ഇതാ കാല ജീറാനക്ക അഹ്സൻത ഫഖദ് അഹ്സൻത ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ അയലക്കങ്കാരൻ നീ നല്ലതാന്ന് പറഞ്ഞാൽ നീ നല്ല മനുഷ്യനാ. എല്ലാവരും മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, നമ്മുടെ അയലക്കങ്കാരൻ്റെ അടുത്ത് വന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു പുറംനാട്ടുകാരൻ ഒരു അഭിപ്രായം ചോദിച്ചാൽ നല്ലത് പറയോ ചീത്ത പറയോ? നമ്മൾ മാറ്റത്തിന് തയ്യാറാകണം. തങ്ങളുടെ മുമ്പിലാണ് സഹോദരിമാരെ ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെ പറയുക ഒരു സഹാബി. അള്ളാഹുവിൻ്റെ റസൂലേ, അവിടെ ഒരു പെണ്ണുണ്ട്, അവൾ അങ്ങനെ ഇബാദത്തുള്ളവളാ, ഇങ്ങനെ ഇബാദത്തുള്ളവളാ, വലിയ ദിക്റുള്ളവളാ, തസ്ബീഹ് ഉള്ളവളാ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന വേറൊരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അയലക്കത്തുള്ള ആർക്കും അവളെ പറ്റി ഒരഭിപ്രായമില്ല. അവൾക്ക് സ്വർഗത്തിൽ അവൾക്കൊരു അവകാശമില്ല, അവൾ നരകത്തിൻ്റെ അവകാശിയാണ്. ഞാൻ പറയാ, സമൂലമായ മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. സർവ്വ അധർമ്മങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറണം. നമ്മുടെ മക്കളെയൊക്കെ വളരെ ശ്രദ്ധിച്ചോളെ. എങ്ങനെ ശ്രദ്ധിക്കണമെന്നറിയോ? മക്കളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് കേൾക്കുന്നത് എല്ലാം ദീനിവിരുദ്ധമാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്നെക്കാളും ബുദ്ധിയുള്ളവരിൽ എൻ്റെ മുമ്പിലിരിക്കണം നിങ്ങൾ. ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുക്തിവാദികളാരാ? ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളാരാ? എല്ലാം ഈ സമുദായത്തിൽപ്പെട്ടവരാ. എന്തുകൊണ്ട് വന്നു? ഇത് നമ്മൾ കണ്ടെത്തണം. എന്തുകൊണ്ട് വന്നു? ഒരു യുക്തിവാദിയുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ വിമർശിക്കപ്പെടുന്നത് ആരെ പറ്റിയെന്നറിയാം? അവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും സിഖുകാരും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യന് മതം എന്തിനെന്നുള്ള ഒരു ടൈറ്റിലാണ് അവിടെ ഒരു സംവാദം നടക്കുന്നതെങ്കിൽ അവിടെ ആക്ഷേപിക്കപ്പെടുന്ന മതം ഏതാണെന്നറിയോ? പരിശുദ്ധ ഇസ്ലാം മാത്രം. ഇത് നമ്മുടെ മക്കൾ കേൾക്കുകയാണ്. അപ്പം നമ്മുടെ മക്കൾ ഇപ്പോൾ സ്വയം പറയും, ഞാൻ എക്സ് മുസ്ലിമാണ് ഉണ്ടാവും. ഇതിന് ഞാൻ ഒഴിവായ ആളാണ്. എന്തുകൊണ്ടാണ് ആ മക്കൾ അങ്ങനെ പോണത്? ഇവർ പറയുന്ന ഈ വിഡ്ഢിത്തരങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമ്മുടെ മക്കൾ പ്രാപ്തരായില്ല. ഒറ്റ മതാചാര്യന്മാരെയും നിരീശ്വരവാദികളെയും യുക്തിവാദികളും ആക്ഷേപിക്കില്ല. യേശു ക്രിസ്തുവിനെയോ രാമണനെയോ രാവനെയോ ഒന്നിനെ ആക്ഷേപിക്കില്ല. ബുദ്ധനെയോ ഒന്നിനും ആക്ഷേപിക്കില്ല. ആക്ഷേപിക്കപ്പെടുന്ന ഏക വ്യക്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ലേ? ഇത് നമ്മുടെ മക്കൾ കേൾക്കുകയാണ്. നമ്മുടെ മക്കൾ കേൾക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നമുക്ക് മക്കൾക്കറിയില്ല. ഞാൻ പ്രധാനമായിട്ട് ഇവിടുത്തെ രക്ഷിതാക്കളോട് പറയാണ്, മക്കൾക്ക് മതബോധം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇനി നമ്മുടെ മക്കൾ നഷ്ടപ്പെടും. നമ്മുടെ മക്കൾ യുക്തിവാദികളും നിരീശ്വരവാദികളും ആകുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ നമ്മളാണ്. അതുകൊണ്ട് നല്ല നിലയ്ക്കുള്ള ശ്രദ്ധയോടെ മുന്നോട്ട് അള്ളാഹുവിൻ്റെ മതത്തിൽ നമുക്ക് അംഗത്വം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ നിയമത്താക്കങ്ങൾ. മനസ്സിലാക്കുക, പടച്ചോമ്പര നമുക്ക് ഹിദായത്ത് എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഇതിനകത്ത് വേണ്ടതുപോലെ നമ്മുടെ മക്കൾക്ക് ദീനിയായ ബോധം കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്ന സംവിധാനത്തിന് മാതാപിതാക്കൾ ജാഗ്രതയോടെ നീങ്ങണമെന്നൊക്കെ പ്രത്യേകം ഞാൻ ഉണർത്തിക്കൊണ്ട് ഈ പാവങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയ്ക്കും വിജയത്തിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വർത്താനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു 19 പ്രാവശ്യം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം വലിയുള്ള വലിയൊരു മഹാനാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഈ മഹത്തുക്കളെ പോലെ തുടനെയുള്ള ഒരു മഹാനാണ്. ഷഹീദല്ല, ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ ബിൻ അബ്ദില്ല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
മഹാനവറുകളുടെ ഖലീഫയാണ് ഇന്ന് കേരളത്തിൽ. കക്കടിപ്പുറം വലിയതായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ടവർ ഹയാത്തിലുള്ളപ്പോൾ പല പ്രാവശ്യം എനിക്ക് ബന്ധപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ആ മഹാൻ്റെ ഖലീഫയാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹളറത്ത് എന്ന് പറയുന്ന അതിരാമ്പട്ടണം റഹ്മാനിയ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ, നിരവധി ഉലമാക്കളുടെ ഗുരുവാണ്. ബഹുമാനപ്പെട്ടവർ എനിക്ക് പ്രത്യേകമായി തന്നിരിക്കുന്ന ഒരു ഇജാസത്തായത്. ഉസ്താദെ, നിങ്ങൾ ഏത് മജ്ലിസിലും ദുആ എടുക്കുമ്പോൾ നിങ്ങൾ കക്കടിപ്പുറം വലിയുള്ളാക്ക് സലാത്തുന്നാരി ചൊല്ലി ദുആ ചെയ്യാറുണ്ട്, അത് ചെയ്തോ. അതിനോടൊപ്പം തന്നെ ഒരു 19 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ സദസ്യരെ കൊണ്ട് നിങ്ങളത് പറയിപ്പിക്കണം, എന്നിട്ട് ദുആ എടുക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കാൻ പോവാ. നിങ്ങളതിനോട് ബാക്കി വെച്ചേക്കണില്ല, ബാക്കിയുള്ളതിനൊക്കെ തടങ്കൽ പാളയത്തിലേക്ക് നീക്കാൻ പോവാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. സാദത്തുഹും ഈമാന ഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ സർവസ്വവും സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. അതാണ് ആ മുദ്രാവാക്യം അവർ വിളിച്ച്. അലൈഹാത്ത് സ്വത്താശ്ര അള്ളാഹുവിൻ്റെ സിംഹാസനം സംരക്ഷിക്കുന്നവർ 19 ആ 19 എണ്ണത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 19 പ്രാവശ്യം എൻ്റെ കൂട്ടത്തിൽ ചെല്ലണം. ഒരു സലാത്തുന്നാരിയെ ചൊല്ലി സലാത്ത് റസൂലുള്ളാഹിക്കാണ്. അതിൻ്റെ കൂലി മഹാനായ കക്കടിപ്പുറം വലിയുള്ളാഹിക്ക് ഹദിയ ചെയ്യണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒരു കൊച്ചു ദുആ. ഞാനൊരു സ്വല്പം നേരെ സംസാരിച്ചുള്ളൂ, എനിക്കറിയാം. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എടുത്ത് ഞാൻ അതിൽ മാത്രം ഒതുങ്ങി എന്നങ്ങ് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറ ചെല്ലുമ്പോൾ വളരെ കുറഞ്ഞ അമലുകളായിട്ടാണ് നമ്മളങ്ങോട്ട് ചെല്ലണേ. ഉള്ളി തൊണ്ട് പൊളിച്ചതുപോലെ ആക്കാതെ, അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്താതെ, മുഫ്ലിസീങ്ങളിൽ പെടുത്താതെ അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് കേട്ടതിൽ വല്ല വെറുപ്പോ, ഞാൻ നിങ്ങളെ ആരും അത്ര അങ്ങടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ശൈലി ഇതൊന്നുമല്ല, ഞാൻ എൻ്റെ അസൽ ശൈലിയിലേക്ക് വന്നില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതിലും കേട്ടതിലൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വെറുപ്പോ അറപ്പോ ഒക്കെ ഉണ്ടായി എന്നോട് ക്ഷമിക്കണം, പൊരുത്തപ്പെടണം, മാപ്പാക്കണം. ഒരു വിവരമില്ലാത്ത ആളാണ്. ഈ മരിച്ചു എന്ന് കേട്ടാൽ, ഇത് കണ്ടില്ലേ കംപ്ലീറ്റൊക്കെ വെളുത്തൊക്കെ, ഇത് നമ്മുടെ ഖാലിദ് സാഹിബിൻ്റെ വീട്ടിലാണ് ഇന്ന് കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തേക്കണേ. മൂപ്പര് ഇറങ്ങിയപ്പോൾ പൗഡർ ഇട്ടൊന്നും അല്ല ഇത് കേട്ടോ, ഇത് നീ കളവനായിട്ട് നടന്നുള്ളതിൻ്റെ സിഗ്നലാണ് ഇത്. അല്ലാഹ്, ഇന്ന് ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ മക്കൾ കാരണവന്മാരെ ബഹുമാനിക്കണേ? വാപ്പാക്കാണെങ്കിൽ താടിക്ക് ഒരു കുഴപ്പമില്ല, മീശയ്ക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ഇനി വാപ്പാനെ സഹായിക്കണമെന്നിട്ടാ. പ്രായമായി എന്നൊക്കെ മക്കൾക്ക് വരെ തോന്നണേ. ഇതൊക്കെ അങ്ങോട്ടൊക്കെ വേഷം മാറ്റുന്നൊരു ശൈലിയിലേക്ക് പോയി. പോട്ടെ, ഞാൻ അതിലൊന്നും തുടരണില്ല. എന്തായാലും ഞാനൊരു കിളവനായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. മരിച്ചു എന്ന് കേട്ടാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഈ പാണത്തൂരൊക്കെ വലിയ മഹല്ലാണല്ലോ. ഇവിടെ ഈ പാവപ്പെട്ടവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ വസിയത്ത് ചെയ്യുന്നതിനോടൊപ്പം ഒരു 10,000 ചില്ലാൻ ആളുകൾ എൻ്റെ പുറകിൽ ജുമാ നമസ്കരിക്കുന്നുണ്ട്. അങ്കമാലി അറിയുന്നവരിവിടെ ഉണ്ട്. ഞാൻ ഒരുമിച്ച് അവിടുന്ന് അനീഫയുടെ വീട്ടിൽ നിന്ന് കൂടെ പോരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വണ്ടിയിലുണ്ടായി. അദ്ദേഹത്തിന് ഈ പറഞ്ഞ അങ്കമാലി പള്ളിയൊക്കെ അറിയാം. 2,000 ചില്ലാനും ആളുകൾ ജുമായ്ക്ക് കൂടുന്ന ആളാണ്, പള്ളിയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ആരുടെയും വേർപാടിൻ്റെ വാർത്ത എനിക്ക് കിട്ടിയാൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന പള്ളിയിൽ പങ്കെടുക്കാൻ വരുന്ന മുഅ്മിനീങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിപ്പിക്കാം, ദുആറക്കാം എന്ന് ഞാൻ നിങ്ങളോടും ഈ സന്ദർഭത്തിൽ പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒന്നും മക്കളും കുടുംബക്കാരും ഒന്നും അറിയിക്കാതെ തന്നെ ജനങ്ങൾ സ്വയം നമുക്ക് മയ്യത്ത് നമസ്കരിക്കാവുന്ന നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ ജീവിതം ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വിഷയം, ഈ കഴിഞ്ഞ ആഴ്ച ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരനൊക്കെ ആ മയ്യത്ത് നിസ്കരിച്ചു. അയാൾ എവിടെ വീടെന്നറിയോ? വർക്കലയപ്പുറം സംഭ്രം എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, വർക്കലയപ്പുറം. നല്ലൊരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ വെള്ളിയാഴ്ച വേറെ പല മയ്യത്തുകളും ഉണ്ടായി. അഫ്സലിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞ് നിസ്കരിച്ചു. എന്ത്? അവൻ ആ നാട്ടിലെ ദീനിൻ്റെ ഒരു വിളക്കാ. ഞാൻ ചെന്നപ്പോൾ ബോധ്യപ്പെട്ടതാണ്. നമ്മൾ അതുപോലെ എത്ര ആളുകളെ എനിക്ക് ഒരു വിവരം തരാതെ പത്രത്തിൽ കണ്ടിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതം ഉയരണമെന്നാണ് ഞാൻ പറയണേ. അല്ലാണ്ട് ചുമ്മാ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ ഇവിടുത്തെ ഉസ്താദ് വെള്ളിയാഴ്ച ജുമായ്ക്ക് അസ്സലാമു അലൈക്കും ആരും പോകല്ലേ, നമ്മുടെ ഇവിടെ വന്ന് നിസ്കരിച്ച പിന്നെ പ്രസംഗിച്ച അങ്കമാലി ബാവാ മുസ്ലിയാർ മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും മയ്യത്തേക്കിരിക്കണം. അപ്പോൾ പോകാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ഉസ്താദ് പറയണത്. അപ്പോൾ ഒരു കാക്ക മറ്റേ കാക്കാട്ടെ ചോദിച്ച്, എടാ നമ്മുടെ ഷഹീദന്മാരുടെ ഉറൂസിന് ആ തോളത്ത് വലിയ പുതപ്പൊക്കെ ഇട്ട് വന്ന് ആ പ്രസംഗിച്ച് ആ ശൈത്താനാണോ ഈ മരിച്ചു എന്ന് പറയണേ? അപ്പോൾ ആ മറ്റേ കാക്ക നമുക്കാണ് ഈ മരിച്ചു എന്ന് പറയണത്. അപ്പോഴത്തേക്കും കത്തി ഉസ്താദ് അല്ലാഹു അക്ബർ. അപ്പോൾ ഈ കാക്കാമാരും അല്ലാഹു അക്ബർ.
ഒരു കാര്യമില്ലാന്ന് നബീന റസൂലുള്ളാഹി ഇദാ സല്ല അലൽ മയ്യത്തി അഖ്ലിസ് ലഹു ദുആക. ചുമ്മാ കൈയഴിച്ചിട്ടിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ദുആ ചെയ്ത് നിസ്കരിക്കുന്ന കൈയ്യട്ടലാകണം. ഇനി നിങ്ങൾ മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, നിങ്ങളുടെ ജനാസ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ആത്മാർത്ഥമായി മനസ്സ് നൊന്ത് ദുആ ഇറക്കുന്ന എത്ര ആളുകൾ ഈ നാട്ടിലുണ്ടാവും? അതാ മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിന്നു എന്ന് പറഞ്ഞ്. മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് സന്തോഷിക്കുന്നു, മയ്യത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നു നബീന റസൂലുള്ളാഹി. മയ്യത്ത് സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഖദ്ദിമൂനി ഖദ്ദിമൂനി, അൽഹംദുലില്ലാ, പടച്ചവനെ നീ എൻ്റെ ആക്കിവത്ത് നന്നാക്കിയില്ലോ അല്ലാ, ഒന്ന് പെട്ടെന്ന് കൊണ്ടോ വടപ്പുകളെ, ഇനി ഒന്ന് കബറിലേക്ക് വെക്ക്, ഞാൻ റസൂലുള്ളാഹിനെ കാണട്ടെ. അതാണ് ഖദ്ദിമൂനി ഖദ്ദിമൂനി. മയ്യത്ത് സന്തോഷിക്കുകയാണ്, മയ്യത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നു. അഖ്റൂനി ഐന തദ്ഹബൂൻ എന്ന് പറഞ്ഞാൽ ആളുകൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഒപ്പുണ്ട്, മയ്യത്തൊട്ടിൽ ഇങ്ങനെ പോവാണ്. ഓ അല്ലാ പോണു മുസീബത്ത്, ഓ ഇനി പള്ളിയിൽ ഒച്ചപ്പാടുണ്ടാവില്ല, പൊതിഞ്ഞെട്ടി കൊണ്ടുപോവാണ്. ആ കത്തി ഹുസൈനിന് മൂത്രമൊഴിക്കാൻ വേണ്ടി കുഴപ്പമുണ്ടാവില്ല, അയാൾക്കടെ പുറകാണെന്ന് കുറ്റം പറയില്ലായിരുന്നു. ഓ ഇനി പൈസ കടം മേടിക്കാൻ വരൂല, അതേ കൊണ്ടുപോകണു. കടം മേടിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ മയ്യത്തുമല്ല, തിരിച്ചു കിട്ടൂല. ഓ പെൺപിള്ളേർക്ക് സ്വസ്ഥമായിട്ട് പള്ളിക്കൂടത്തിൽ പോകാം, അതേ പോണു. തീർന്നോ? ജനങ്ങൾ അവൻ്റെ വേർപാടിൽ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മനസാക്ഷിയോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക, ഇന്ന് നിങ്ങളുടെ താട നെറുകയിലേക്ക് കെട്ടുമ്പോൾ, നിങ്ങളുടെ മൂക്കിൽ പഞ്ഞി തിരികെ കയറ്റുമ്പോൾ, നിങ്ങളുടെ കാലിൻ്റെ തന്തപരലുകൾ രണ്ടും കൂട്ടിക്കെട്ടുമ്പോൾ, ഇതൊക്കെ ഉണ്ടാവണതാണോ ഇല്ലാത്തതാണോ? നിങ്ങളെ കാണാൻ വരുന്ന എത്ര മനുഷ്യരുണ്ടാകും ആത്മാർത്ഥതയോടെ കണ്ണീരൊഴുക്കുന്നവർ? ഓ പടച്ചവനെ, ഒരു നല്ലവനായിരുന്നല്ലോ, നല്ലവളായിരുന്നല്ലോ. ചുമ്മാ നെഞ്ചത്തടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയാ എൻ്റെ നവീഷോ, നമ്മളോർക്കും ചങ്കു ഇപ്പം കലങ്ങി പോകുന്നു, കൈ വരവ് നല്ല സ്ട്രോങ്ങിലാ, ഇവിടെ വരുമ്പോൾ പയ്യാവും. എൻ്റെ നവീഷോ, ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടതാണല്ലോടിയേ, ഞാൻ എങ്ങനെയാടി സഹിക്കണത്, നീ ഇത്ര പെട്ടെന്ന് പോയല്ലോടിയേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കരയണേ. മനസ്സുകൊണ്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടി മൂദേവി, നിന്നെ കെട്ടിയെടുത്ത് കൊണ്ടുപോവാണല്ലോടി, അൽഹംദുലില്ലാ എനിക്കൊരു സമാധാനമായല്ലോടി, എൻ്റെ കോഴീനെ നീ കഴിച്ചു വിടാലോടി, കഴിഞ്ഞ ആഴ്ച എലിവശം വെച്ച എൻ്റെ കോഴിപ്പടേനെ കൊന്നതല്ലേടി, എൻ്റെ ആട്ടുംകുഞ്ഞങ്ങ് കടന്നു വന്നപ്പോൾ വിറകുവള്ളി എടുത്തോണ്ടാ എൻ്റെ കാല് തല്ലി ഒടിച്ചതല്ലേടി, നിൻ്റെ ഒടുക്കത്തെ തല്ല്, അൽഹംദുലില്ലാ. മനസ്സുകൊണ്ട്, ചുമ്മാ മനസ്സുകൊണ്ട് ചിന്തിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, അയലക്കംകാർ വരുമ്പോൾ ഏത് നിലയ്ക്കാ അതിൻ്റെ മയ്യത്ത് കാണുമ്പോൾ അതിനുള്ള പ്രതികരണം. ചുമ്മാ ഒന്ന് ആലോചിക്കുക. മരിച്ചിട്ടൊന്നുമല്ല, ഒന്ന് ആലോചിച്ച്. ഇതിനുള്ള സമയമാണ് ഇത്. വേഗം തിരുത്താൻ തയ്യാറാക്കുക, വേഗം തിരുത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ? ചുമ്മാ മയ്യത്തിക്കരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഷെയ്ത്താനാണെങ്കിൽ ആ ശൈലിയിലെ ആൾക്കാർ ഇരിക്കുള്ളൂ, ഹമുക്കാണെങ്കിൽ ആ ശൈലിയിലേക്ക് ഇരിക്കുള്ളൂ. ഞാൻ ഹമുക്കി തരം മാറ്റി വയ്ക്കണം, ഷെയ്ത്താനിയത്ത് മാറ്റി വയ്ക്കണം, എന്നിട്ട് മനുഷ്യനാകണം. അപ്പോൾ പാണത്തൂരിൽ നിൽക്കിരിക്കും, മറ്റുള്ള സ്ഥലത്തൊക്കെ നിൽക്കിരിക്കും. ധാരാളം മനുഷ്യരുടെ മയ്യത്ത് സംസ്കാരത്തിലൂടെയുള്ള ശുപാർശ കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ, മഹാഭാഗ്യവതികളിൽ ഈ ശുഹദാക്കളുടെ ഹദറത്തിൽ പങ്കെടുത്ത നമ്മളെല്ലാം അള്ളാഹു കബൂലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.